നമതരം ത്യം ശ്രീ നരസിംഹ ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ प्रहलादेश जय पद्ममुख पद्मभंग प्रत्येकनाथ नरसिंह भगवान की जय। पिता प्रणाम महाराज की जय, गुरुदेव महाराज की जय, शिला प्रपात की जय। गर्भमानते हरे बोल। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. സബിത മാതാജി ഹരേ കൃഷ്ണ. ഉത്തമ ഭക്തിരോഹിണി ദേവിദാസി മാതാജി ഹരേ കൃഷ്ണ. ശോഭന മാതാജി ഹരേ കൃഷ്ണ. ശൈലജ മാതാജി, സുഗതം പ്രഭു, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ അറിയാണ്ട് സാധിച്ചു, അപർണ മാതാജി പറഞ്ഞ് കർമ്മയോഗം പ്രശ്നോത്തരി ഒരു ക്ലാസ് പോലും കേൾക്കാതെ എഴുതിയിട്ടും 14 മാർക്ക് കിട്ടിയെന്ന് അറിഞ്ഞതിൽ സന്തോഷം, അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്താണെങ്കിൽ സംസാരിക്കാമായിരുന്നു, അതറിയാത്ത കാരണം ഇപ്പൊ അങ്ങനെ ഇരിക്കുക നിവൃത്തിയുള്ളൂ. അപ്പൊ പറയുന്നതൊക്കെ കേൾക്കുക, അറിയാൻ വയ്യാത്തൊക്കെ ചോദിക്കുക. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കാമോ? പ്രഭു ഹരേ കൃഷ്ണ. പറയൂ. കേൾക്കുന്നില്ലേ? പ്രഭു ഇത്ര നേരം കേട്ടില്ല, ഇപ്പൊ കേട്ട്. ഹരേ കൃഷ്ണ, പ്രണാം പ്രഭു എന്ന് പറഞ്ഞതാ. അതെയോ? ഓക്കെ ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലേ? സബിതാ മാതാജി ഞാൻ കേൾക്കാമായിരുന്നോ? പറയണത് ആർക്കും കേൾക്കണില്ലേ? ഇല്ല, ഇപ്പോഴാ കേട്ടത്. കേൾക്കുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നു. ആ ഓക്കെ ഓക്കെ. മാതാജി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത്, അതിന് മുൻപേ കേട്ടില്ലായിരുന്നു. ഓക്കെ. നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിലെ ഞാൻ കുറച്ചു മാതാജി നേരം ഹരേ അപ്പോഴേ കൃഷ്ണ പറയുന്നു. പറയുന്നു. ഈ കേൾക്കത്തില്ല. ഞാൻ തുടങ്ങിക്കോട്ടെ? എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും അറിയില്ല. ഓക്കെ, ഞാൻ തുടങ്ങുവാണ്. ഒന്നും പറഞ്ഞില്ല പ്രഭു. എന്തോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ തുടങ്ങുവാണ്. 1-ാമത്തെ സ്കന്ധം 5-ാം അധ്യായം. നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങളാണ് ഇത് പറയുന്നത്. അപ്പം അവിടുത്തെ ശ്ലോകം 11 തൊട്ട് ആണ് ഇന്ന് എടുക്കേണ്ടത്. ഇതൊക്കെ കുറച്ച് നീണ്ട ഭാവാർത്ഥമുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുത്തു തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. ശ്ലോകം 11. തദ്വാഗി സർഗോ ജനതാഘ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോക നമബദ്ധ വത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനീയൽ ശൃണ്വാന്തി ഗായന്തി ഗൃണന്തി സ്വാധവഃ. തദ്വാഗി സർഗോ ജനതാഗ വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനി യൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവഃ. ഹരേ കൃഷ്ണ. സബിതാ മാതാജി. ഹരേ കൃഷ്ണ. തദ്വാഗി സർഗോ വിപ്ലവോ പ്രതിശ്ലോകമബന്ധവത്യപി നാമാന്യനന്ദ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇതില് കൃഷ്ണൻ പ്രഭു, അതല്ല അല്ലെ? ഗൃണന്തി എന്നാണല്ലേ? ഗൃണന്തി എന്നാണ്, ഗൃണന്തി. ഓക്കെ. അപ്പം ഞാൻ അഭിയ മാതാജി. എനിക്ക് കേൾക്കാനായിട്ട് വയ്യ.
കേൾക്കുന്നുണ്ടോ പ്രഭു? കേൾക്കുന്നുണ്ടോ? ഇപ്പഴാ കേൾക്കുന്നത്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഹരേ കൃഷ്ണ, ഇപ്പൊ കേക്കാം ബ്രോ. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കേൾക്കുന്നില്ലേ പ്രഭു? ഞാൻ കൊടുക്കും, ഞാൻ നോക്കട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ വായിച്ചത് ഹരേ കൃഷ്ണ. ശ്രീ പ്രഭാതരുടെ പദാനുപത തർജ്ജമ. ആ തത്വാംഗി സർവോ ജനതാരോഗ സതീതാന്യനന്ദ യശോംഗിരണം. ഹരേ കൃഷ്ണ. हरे कृष्णा. शिला प्रभात पदानुपद तर्जमा. जय शिला प्रभात. तल अत वाक पद कोशम विसर्ग सृष्टि जनता सामान्य जनങ്ങൾ അഖ പാപങ്ങൾ വിപ്ലവകരമായ മാറ്റം വരുത്തുക. യസ്മിൻ ഏതിൽ പ്രതി ശ്ലോകം ഓരോ പദ്യശകലത്തിലും അബദ്ധവതി അന്യതമായി രചിക്കപ്പെട്ടു. അപി അങ്ങനെ ആയിരുന്നാലും നാമാനി അതീന്ദ്രിയ നാമങ്ങൾ തുടങ്ങിയവ അനന്തസ്യ അനന്ത ഭഗവാന്റെ യശസ് അങ്കിതാനി വിശദമായി വർണ്ണിക്കുക. യൽ എന്ത് ശൃണ്വന്തി ശ്രവിക്കുക, ഗായന്തി ആലപിക്കുക, ഗൃണന്തി സ്വീകരിക്കുക, സാധവക നിഷ്കാപട്യക്കാരനായ പരിശുദ്ധ വ്യക്തികൾ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭ ജയ ശ്രീലപ്രഭാത്. അനന്ത പരമ ഭഗവാന്റെ നാമം, യശസ്, രൂപങ്ങൾ, ലീലകൾ തുടങ്ങിയവ അതീന്ദ്രിയ മഹാത്മ്യങ്ങളുടെ വിശദ വർണ്ണനകളുടെ സമ്പൂർണമായ ആ സാഹിത്യം ഒരു നവീന സൃഷ്ടിയാകുന്നു. മാത്രവുമല്ല, ഈ ലോകത്തിലെ മാർഗഭ്രംശം സംഭവിച്ച ഈശ്വരഭക്തി ഇല്ലാത്ത പ്രാണങ്ങളിൽ അതീന്ദ്രിയ പാദ കോശങ്ങളാൽ സമൃദ്ധമായ ആ നൂതന സൃഷ്ടി വിപ്ലവകരമായ സമൂല പരിവർത്തനം നടപ്പിൽ വരുത്തി നേരായ മാർഗത്തിൽ നയിക്കുന്നു. അനന്തരം അതീന്ദ്രിയ സാഹിത്യങ്ങൾ അപൂർണമായി രചിക്കപ്പെട്ടവയാണെങ്കിലും പൂർണമായും നിഷ്കാപട്യക്കാരായ പരിശുദ്ധാത്മാക്കൾ അവയെ ശ്രവിക്കുകയും ആലപിക്കുകയും സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. നാരദമുനി ഉത്തരം പറഞ്ഞു തുടങ്ങി വ്യാസദേവന്റെ വിഷമത്തിന്റെ പരിഹാരങ്ങള്. അപ്പൊ ഭഗവാനെ പറ്റി നമുക്കറിയാം. ഭഗവാനെ പറ്റി തുതിക്കാത്തത് കൊണ്ടാണ്, അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആ ഒരു രചന നടത്താത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് നമുക്ക് ഓവറോൾ അറിയാമെങ്കിലും ഈ ഓരോ ശ്ലോകത്തിലും അത് വളരെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തിന്റെ വിവർത്തനം തന്നെ ഒരു കുറച്ച് വലുതാണ്. അത് ശ്ലോകം വായിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് തന്നെ ഭാവാർത്ഥവും ഒരു കുറച്ചുണ്ട്, ഒരു 2 പേജോളം ഉണ്ട്. അപ്പൊ നമുക്ക് ഭാവാർത്ഥം ആരെങ്കിലും വായിച്ചാൽ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാര്യം നിങ്ങളാരും പറയുന്നത് എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് പ്രഭു. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ പറയുന്നത് വിട്ട് ഓക്കെ. അപ്പൊ ഭാവാർത്ഥം കാര്യം ഞാൻ തന്നെ വായിക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാതാജി വായിക്കുമ്പോ ഇടയ്ക്ക് വിട്ടുപോവാ. മാതാജി വിട്ടുപോവാ. ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈൻ കേൾക്കും, പിന്നെ ബ്രേക്ക് ആവും. അങ്ങനെയാണ്. എനിക്കെന്താ അറിയത്തില്ല, ഇവിടുത്തെ നെറ്റിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇനി അവിടുത്തെ എനിക്കറിയില്ല. ഇന്നിങ്ങനെയാണ് സംഭവം. ഓക്കെ, ഞാനത് വായിക്കാം. കാര്യം എനിക്ക് കേൾക്കാനല്ലേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അത് ഭാവാർത്ഥം നിങ്ങൾ വായിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു കുഴപ്പം. കാര്യം പുസ്തകമുള്ള ആകെ ജ്ഞാനാംബിക മാതാജിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ഞാനത് വായിച്ചു നോക്കാം. അത്യന്തം മോശപ്പെട്ടതിൽ നിന്നും ശ്രേഷ്ഠമായതിനെ പടിപടിയായി അഭിവൃദ്ധിപ്പെടുത്തുക മഹാചിന്തകന്മാരുടെ യോഗ്യതയാകുന്നു. വിവേകമതികൾ വിഷ സംഭരണിയിൽ അമൃതത്തെ വീണ്ടെടുക്കുകയും അശുദ്ധമായ സ്ഥലത്തു നിന്നും ശേഖരിച്ച കാഞ്ചനത്തെ അംഗീകരിക്കുകയും അപ്രസിദ്ധമായ കുടുംബത്തിൽ നിന്നുള്ള സദ്ഗുണ സമ്പന്നരും യോഗ്യരുമായവരെ പത്നിയായും സ്വീകരിക്കുകയും തൊട്ടുകൂടാത്തവയും തീണ്ടിക്കൂടാത്തവയും കേക്കത്തില്ല മാതാജി. മാതാജി പറയുന്ന 1-2 ലൈനേ കാക്കത്തുള്ളൂ. ഇങ്ങനെ
തൊട്ടുകൂടാത്തവയും തീണ്ടിക്കൂടാത്തവയുമായ ജാതികളിൽ നിന്നുള്ള അധ്യാപകൻ അഥവാ വ്യക്തിയിൽ നിന്നും ഉചിതങ്ങളായ ശിക്ഷണങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് തറപ്പിച്ച് പ്രസ്താവിക്കുന്നു. സർവ്വ ഇടങ്ങളിലുമുള്ള സകലമാന ജനങ്ങൾക്കുമുള്ള നീതിശാസ്ത്രപരമായ ചില നിർദ്ദേശങ്ങളാണിവ. അതിന് അപവാദമായി ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഒരു ദിവ്യൻ സാമാന്യ വ്യക്തിയുടെ തലത്തിൽ നിന്നും അത്യന്തം ഉന്നത തലത്തിലാകുന്നു. പരമ ഭഗവാന്റെ ദിവ്യമായ നാമങ്ങളെയും കീർത്തികളെയും വ്യാപിപ്പിക്കുന്നതിനാൽ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായ അത്യുന്നത ഭഗവാനെ മാഹാത്മ്യപ്പെടുത്തുന്നതിൽ സദാ ലീനനായിരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്യന്തം മോശപ്പെട്ടതിൽ നിന്ന് ശ്രേഷ്ഠമായതിനെ പടിപടിയായി അഭിവൃദ്ധിപ്പെടുത്തുക. നമ്മളെല്ലാവരും കടന്നു പോകുന്നതും നമ്മളെല്ലാവരും വളരെ മോശമായ പശ്ചാത്തലത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ പാസ്റ്റ് ലൈഫ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉള്ളവരെ നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് കാണാം, ചിലര് വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ, ഒന്നുകിൽ ചെറുപ്പത്തിൽ വളരെ കുസൃതി പിടിച്ച വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ച് ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒക്കെ വളരെ മോഷ്ടിച്ചും അതുപോലെ തന്നെ വൃത്തികേട് പറഞ്ഞും അങ്ങനെയൊക്കെ നടക്കുന്ന പിള്ളേരുകളൊക്കെ ഒരു പക്ഷെ അവര് ഒരു പ്രത്യേക തലം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ സംഘം മാറിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കോളേജിലൊക്കെ എങ്ങനെ എത്തിപ്പെടാൻ പറ്റി, നല്ല സുഹൃത്തുക്കളുമായിട്ട് ബന്ധം വേർപെട്ടപ്പോൾ അവര് എന്താണ് വേറൊരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്, പൈസയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്, പഴയ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ എന്ന് പറഞ്ഞൊരു ഇതാകും അല്ലെ. അങ്ങനെ എത്രയോ പേര് നമ്മളുടെ മുൻപിൽ കൂടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ, ഓരോരുത്തരുടെ ലൈഫിന്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു നോക്കുവാണെങ്കിൽ, എത്ര താഴെ നിന്ന ഇടത്തിൽ നിന്ന്, അതിപ്പോ കുലമോ ജാതിയോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ഒരു പ്രത്യേക മേഖലകളിൽ കൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു, നമ്മളുടെ ഗ്രാഫ് എവിടെയാണ്, ഈ ലെവലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുവോ ഇങ്ങനെ താഴോട്ട് പോകുവോ എന്നൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റില്ല അല്ലെ. അതിപ്പം ജാതിയോ വർണ്ണമോ എന്താണ് പറയുന്നത്, ബ്രാഹ്മണരെന്നോ എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാ വിഭാഗത്തിൽപ്പെട്ട 4 വർണ്ണങ്ങളിൽ പെട്ട ആൾക്കാർക്കും ഇതേ വിധത്തിലുള്ള ഉയർച്ച താഴ്ചകള് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരവരുടേതായ തലങ്ങളിലായിരിക്കുന്നേ ഉള്ളൂ. ബ്രാഹ്മണർക്കുണ്ടാകുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ, പട്ടിണിയായിരിക്കും അല്ലെ കൂടുതലും. മറ്റുള്ളവരുടെ അടുക്കൽ എന്താണ് യാചിക്കാനായിട്ട് പോകണം അല്ലെ. അമ്പലത്തിലാണെങ്കിലും ദക്ഷിണ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണം അല്ലെ. അപ്പൊ അവർക്കുണ്ടാകുന്നത് ദാരിദ്ര്യ ദുഃഖമാണ് മെയിൻലി അല്ലെ. അപ്പൊ അങ്ങനെ ക്ഷത്രിയർക്കുണ്ടാകുന്ന മറ്റേ ശത്രുക്കൾ, അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുക്കളും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരം. അതായത് ഒരാൾക്ക് മറ്റൊരാൾ കുറച്ച് ശക്തിമാൻ ബലവാനാണെങ്കിൽ അസൂയ തോന്നുക, അസൂയ തോന്നുന്നു. അങ്ങനെ അവർക്കിടയിൽ ആ ഒരു രീതി വരുന്നു. മാത്സര്യങ്ങളുണ്ട്, മത്സര ബുദ്ധികൾ ഉണ്ടാകുന്നു. അതുപോലെ വൈശ്യർക്കാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി, മറ്റേ ആളെ എന്നെക്കാളും കൂടുതലാണ്, അതുപോലെ തന്നെ അവന് കൃഷി ഇറക്കിയപ്പോ എല്ലാം കിട്ടി, എന്റേത് കാറ്റും മഴയും വന്ന് പോയി, ഇങ്ങനെ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കും. അപ്പൊ ഇതിനുള്ളിൽ എങ്ങനെ മെച്ചപ്പെട്ട് ഉയരാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വൈശ്യൻ അവൻ അവന്റെ രീതിയിൽ ഉന്നതി പ്രാപിക്കും. ചിലര് എന്താണ് താഴേക്കിടയിൽ പോകുന്നു, മദ്യപാനാസക്തിയാകുന്നു, അങ്ങനെ എന്ത് ചെയ്തു താഴേക്കിടയിലേക്ക് കൂപ്പുകുത്തുന്നു, ചിലര് കയറെടുക്കുന്നു. ഇപ്പൊ ശൂദ്രരുടെ ഇടയിൽ അവര് സേവകരാണല്ലോ, ആ സേവകരുടെ ഇടയ്ക്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മത്സരങ്ങളും അതും ഇതും എല്ലാം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരാള് മറ്റൊരാളെ ഉറ്റുകൊടുക്കുന്നു. അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള ഏറ്റവും തരം താഴ്ത്തയിൽപ്പെട്ടും അതിലും തരം താഴ്ന്ന പ്രവൃത്തികൾ അവരുടെ ഇടയിലും നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായ അത്യുന്നത ഭഗവാന്റെ മാഹാത്മ്യപ്പെടുത്തുന്നതിൽ സദാ ലീനരായിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അപ്രകാരം ലോകത്തിൽ ദുഷിച്ച അന്തരീക്ഷം പവിത്രമാകുന്നു. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, അന്തരീക്ഷം പവിത്രമാകുകയുള്ളൂ. അതീന്ദ്രിയ സാഹിത്യങ്ങളായ ശ്രീമദ് ഭാഗവതം പോലെയുള്ളവ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾ അവരുടെ നടപടികളിൽ സുബുദ്ധിയുള്ളവരായി തീരുന്നു. ഇപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മൾ പാരായണം ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മളുടെ എന്താണ് ബുദ്ധി അതീന്ദ്രിയമായി തീരുന്നു. ശ്രീമദ് ഭാഗവത്തിലെ ഈ സവിശേഷ പദ്യ ശകലത്തിന്റെ ഈ പ്രത്യേക വ്യാഖ്യാനം തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. സൈനിക മനോഭാവ ആവേശത്തോടെ നമ്മുടെ അയൽമിത്രമായ ചൈന ഭാരതത്തെ ആക്രമിച്ചു. രാഷ്ട്രീയ മേഖലയിൽ
നമുക്ക് പ്രായോഗികമായി യാതൊരു താല്പര്യവുമില്ല എങ്കിലും പണ്ടും ഭാരതവും ചൈനയും നിലനിന്നിരുന്നു എങ്കിലും ഇരു രാജ്യങ്ങളും നൂറ്റാണ്ടുകളായി യാതൊരു വിദ്വേഷവും കൂടാതെ സമാധാനപരമായി കഴിഞ്ഞു പോന്നിരുന്നു. അതിന്റെ മുഖ്യ കാരണം എന്തെന്നാൽ ആ കാലഘട്ടത്തിൽ അവർ ഈശ്വര അവബോധമുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചു പോന്നു. ഓരോ രാജ്യവും അഖില ഭുവനത്തിലെങ്കിലും ഈശ്വര ഭയമുള്ളവരും ശുദ്ധഹൃദയരും സൗമ്യ ജീവിതം നയിക്കുന്നവരുമായിരുന്നു. മാത്രവുമല്ല, രാഷ്ട്രീയ നയം എന്ന ആശയം തന്നെ ഇല്ലായിരുന്നു. ജനവാസയോഗ്യമല്ലാത്ത ആ ഭൂമിക്ക് വേണ്ടി ഇരു രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിൽ ശണ്ട കൂടേണ്ട യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുമ്പ് പ്രസ്താവിച്ച കലിയുഗ പ്രഭാവത്താൽ അല്പമാത്രമായ പ്രകോപനത്താൽ സദാ കലഹത്തിന് അവസരമുണ്ടാകുന്നു. എന്നാൽ ഈ യുഗത്തിലെ ദുഷിച്ച അന്തരീക്ഷത്തിൽ പുരുഷനായ പരമഭഗവാന്റെ നാമത്തെയും യശസ്സിനെയും പ്രകീർത്തിക്കുന്നത് നിർത്തലാക്കാൻ ഒരു വിഭാഗം ജനങ്ങളുടെ ക്രമനിബദ്ധമായ പ്രചാരണ സമിതി തന്നെയുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദര് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി അല്ലേ? അതായത് ഈ ഭാരതം എത്രയോ പണ്ടേ ഉണ്ടായിരുന്നു അല്ലെ? ഭാരതം എത്രയോ പണ്ടേ ഉണ്ട്, ചൈന എത്രയോ പണ്ടേ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണ് അല്ലെ? ഇത് തമ്മിൽ അന്ന് ഈ ചൈന എന്ന് പറഞ്ഞൊരു പേര് പോലും നമ്മൾ അറിയപ്പെടാത്തതിന്റെ കാര്യം എന്താണ്? അവിടെ അവരവരുടേതായ രീതിയിൽ ആചാരങ്ങളും ദൈവവിശ്വാസവും ഒക്കെ ആയിട്ട് പോകുന്നു. നമ്മളിവിടെ എന്താണ് ഈ നമ്മുടെ പരമ്പരാ സിസ്റ്റങ്ങളും അങ്ങനെ പല പല ഗുരു ശിഷ്യ സമ്പ്രദായ പ്രകാരം നല്ല രീതിയിൽ നമ്മൾ വിദ്യ അഭ്യസിച്ചൊക്കെ നമ്മൾ പോകുന്നു. അപ്പം അത് കലിയുഗമായി കഴിഞ്ഞാൽ കലിയുഗത്തിന്റെ പ്രഭാവത്താൽ ഇതെല്ലാം എന്ത് ചെയ്തു? ഇടയ്ക്ക് നിന്നുപോയി. ഈ പറയുന്നതെല്ലാം നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മനുഷ്യർ തമ്മിൽ തമ്മിൽ പരസ്പരം തുടങ്ങി, നാട്ടുരാജാക്കന്മാര് തമ്മിൽ. അപ്പം ഇത് ചൂഷണം ചെയ്യാൻ എന്ത് ചെയ്തു? ഇപ്പൊ ചൈനയിലും ഇതേപോലെ തന്നെ മൂല്യച്യുതി സംഭവിച്ചു. കലിയുഗത്തിന്റെ പ്രഭാവം ബ്രഹ്മാണ്ടങ്ങളിൽ മുഴുവൻ വ്യാപിക്കും, കലിയുഗത്തിന്റെ പ്രഭാവം. അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട് അവിടെയും ഇതുപോലെ തന്നെ ഈശ്വരൻ എന്നുള്ള ആ ഒരു സങ്കല്പവും നല്ല പ്രവൃത്തി സത്വഗുണത്തിൽ ഉള്ള ആൾക്കാർ വളരെ കുറവുമായത് കൊണ്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനും അവിടെ യുദ്ധം ഉണ്ടാകാനും അവരുടെ വസ്തുവകകളെല്ലാം പിടിച്ചെടുക്കാനുമുള്ള താല്പര്യവും അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം അവിടെ പെരുകി. അപ്പൊ ഇങ്ങനെ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏത് സമയത്തും കൂടുതലാണല്ലോ. ഇപ്പോഴും നമ്മൾ എല്ലാവരും അവിടുത്തെ എത്രയോ പട്ടാളക്കാര് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം രാപകലില്ലാതെ ഉറങ്ങാതെ അവിടെ കാവലിൽ നിൽക്കുന്നു അല്ലെ? അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. അതുപോലെ അഖില ഭുവനം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്കാർക്കും ഇല്ല. അഖില ഭുവനം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്? ലോക സമസ്ത സുഖിനോ ഭവന്തു. അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരം ഉണ്ടാകുന്നത്. എല്ലായിടത്തും സർവ സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? അപ്പം നമുക്കറിയാം, ഇവിടെ ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഇവിടെയൊക്കെ അറബികളൊക്കെ അവര് ചെയ്യുന്നത് ക്രൂരതയാണ്. ഈ സാധനങ്ങളെയൊക്കെ പിടിച്ചെല്ലാം വയറ്റിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെള്ളം വെക്കുന്നു. നല്ല ചൂടാണ്, ഇപ്പൊ 50 ഡിഗ്രി വരെ ചൂടുണ്ട്. പുറത്തെല്ലാം കൊണ്ട് വെള്ളം വെക്കുന്നു. പക്ഷികൾക്കൊക്കെയുള്ള തീറ്റകൾ അവിടെയെല്ലാം ഇട്ട് വെക്കുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഷെൽട്ടർ കെട്ടിക്കൊടുക്കുന്നു ഈ പൂച്ചകൾക്കൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള, വിശ്രമിക്കാനൊക്കെ ഉള്ള. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സർവ്വജീവികളോടും ഒരു ഒരു ദയയും കൃപയും അനുകമ്പയും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ. നമ്മൾക്ക് AC യിലാണ് ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ കാര്യം എന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലല്ലോ അല്ലെ? നമുക്ക് എത്ര പേർക്ക് നമ്മൾ രാവിലെ എണീറ്റ് ഭഗവാന്റെ ആൾത്തറ തുറന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് ഈ കലിയുഗത്തിലുള്ള കലിയുഗത്തിൽ നല്ല ഈ നമ്മൾ ഈ ഫോളൻ സോൾ ആണല്ലോ അല്ലെ? പതിതരാണ് നമ്മൾ, താഴേക്ക് പതിക്കപ്പെട്ടവരല്ലേ? എല്ലാ ജീവാത്മാക്കളെയും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തുകയാണിട്ട് ഭഗവാന്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നുമോ? നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമോ? ഇല്ല അല്ലെ? നമ്മൾ എന്റെ എന്നാണല്ലേ? ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു, എന്റെ മരുമക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമോ? അത് എനിക്കറിയില്ല, അത് ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് മടിയാണ്. പക്ഷെ ഞാൻ എനിക്കും എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേക്കും അല്ലേ? ഈവൻ മരുമക്കൾക്ക് പോലും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ നമ്മളുടെ ഈ അഖില ഭുവന
എന്ത് തന്നെ? അപ്പൊ അങ്ങനെ അപ്പൊ ആ ഒരു അഖില ലോക കൺസെപ്റ്റ് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാം നമ്മൾ ആരതി രാവിലെ മംഗളാരതി ചെയ്യുമ്പോഴത്തേക്കിനും നമ്മള് എല്ലാ ഗുരുപരമ്പരകളും 33 ദേവകളും അവിടെ സന്നിഹിതരാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ മംഗളാരതി കേൾക്കാൻ. ഏതാണ് മംഗളാരതി ജ്ഞാനബിയ മാതാജി? സംസാരദാവാനലീല ലോക പ്രാണായ കാരുണ്യ കനാക സംസരദാവാനലലിടലോക ത്രണയ കാരുണ്യ ഘന ഘന ത്വം പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അപ്പൊ ഈ ആരതി ചെയ്യുമ്പോൾ മംഗളാരതി അല്ലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് ഈ ആരതി ചെല്ലുമ്പോൾ തന്നെ 33 ദേവീദേവന്മാരും നമ്മളുടെ എല്ലാ ഗുരുക്കന്മാരും ആചാര്യന്മാരും അവിടെ പ്രസന്നരാകുകയാണ് അല്ലെ. ഇപ്പൊ സർവ ദേവ നമസ്കാരം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാവരും അവിടെ ഉള്ളപ്പം നമ്മൾ ഈ ഫോളൻ ആയിട്ടുള്ള എല്ലാ സോളിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ എഫക്റ്റ് എന്തുമാത്രമാകും? ഇവിടെ പതിച്ചുപോയി അല്ലെ, ഭഗവാന്റെ അടുക്കലായിരുന്നു നമ്മൾ എല്ലാവരും അല്ലെ. അപ്പൊ ഇങ്ങോട്ടേക്ക് പതിക്കാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മൾ ഭഗവാനോട് അസൂയ തോന്നിയത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ പതിക്കേണ്ടി വന്നു. തിരിച്ച് എല്ലാവരെയും ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളെ കാണും അല്ലെ. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയും ക്ഷേമവും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഭഗവാന് നമ്മളോട് ഒരു അനുകമ്പ വരും. സാധാരണഗതിയിൽ നമ്മൾ ഈ കാണിക്കുന്ന ഒന്നും ഭഗവാൻ എന്റെ അടുത്തേക്ക് എത്താറില്ല. കാര്യം എന്തുകൊണ്ടാണ്? നമ്മളുടെ ഭക്തി എന്താണ്? അവസരോചിതമായിട്ടുള്ള ഭക്തിയാണ്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാര്യം കഴിഞ്ഞു കഴിയുമ്പം പോകുന്ന ഭക്തിയാണ്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ അറിയാം. അപ്പം ആ ഒരു നമ്മൾ രസമേ ഉണ്ടാകുന്നുള്ളൂ, രാസം ഉണ്ടാകുന്നില്ല. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് നോക്കും, നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. പക്ഷെ ഭഗവാൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഭഗവാൻ നമ്മളിലേക്ക് ഭഗവാൻ എത്തിച്ചേരണം. ഗോപികമാരുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നു അല്ലെ. ഗോപികമാരുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നപ്പോഴാണ് രാസമായത്, അല്ലാതെ ഒരു നൃത്തമല്ലത്. നമ്മൾ വിചാരിക്കും അതൊരു വെറും നൃത്തമാണ്. ഭഗവാനും കുറച്ച് ഗോപികമാരും കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ അത് ആ ഒരു സമയത്ത് അവർ അതിന്റെ ഡാൻസിന്റെ രൂപത്തിൽ, നൃത്തത്തിന്റെ രൂപത്തിലായി പോയതാണ്. സാക്ഷാൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ഭഗവാൻ നമ്മളിലേക്ക് വരുമ്പോൾ, ഭക്തരിലേക്ക് എത്തുമ്പോൾ, ഭക്തരിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ രാസം ഉണ്ടാകുന്നത്. അപ്പൊ അത് അവിടെ ഗോപികമാരുടെ അവിടെ വെച്ചിട്ട് ആ സമയത്ത് വെച്ചിട്ട് അത് രാസനൃത്തമായി മാറി അല്ലെ. ഭഗവാൻ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് രാസമായത്. അതിനെയാണ് രാസലീല എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഭഗവാനിലോട്ട് ആകർഷണം ഉണ്ടായി വരുന്നു തുടങ്ങുമ്പോൾ അതിനെ രസം എന്ന് പറയും. രസം അല്ല, ആ രസം നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കാണ് അനുഭവപ്പെടുന്നത്, മനസ്സിനും എല്ലാം അനുഭവപ്പെടുന്നത്. അതിനെ രസം എന്ന് പറയുന്നു. ശരിക്കും ഭഗവാൻ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മളിലേക്ക് എത്തുമ്പോഴാണ് രാസം എന്ന് പറയുന്നത്. അപ്പൊ എത്ര പേര് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനെ നമ്മളിൽ എത്ര പേരെ കാണുന്നുണ്ട്? അപ്പൊ ഗുരുവായൂരപ്പൻ നമ്മളെ നോക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ, നമ്മളെ അറിയുമ്പോൾ അത് രാസമായി മാറി. നമ്മൾ ഗുരുവായൂരപ്പനെ ദർശിക്കുമ്പോൾ അത് രസമായി മാറി. അത് രസമാണ്. ആ രസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ രസമാണ് അല്ലെ. നമ്മുടെ ആത്മാവിന്റെ രസമായിട്ടില്ല. ആത്മാവ് രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ പരമാത്മാവ് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ശ്രീമദ് ഭാഗവതം പഠിക്കുക, ഇതെല്ലാം അറിയുക, ഭഗവത്ഗീത പഠിക്കുക, ഭഗവാനെ പറ്റി നമ്മൾ ഇന്നാള് ഒരു ഇത് ചെയ്തായിരുന്നല്ലേ, ഒരു എക്സാമ്പിൾ ചെയ്തായിരുന്നല്ലേ. മല്ലിക മാതാജി ഒന്നും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരുന്നോ? നമ്മള് എവിടെയാണ്? രാസലീലയിൽ നമ്മൾ എല്ലാവരും കൂടെ പോയായിരുന്നു വൃന്ദാവനത്തിൽ. ആരൊക്കെ വന്നു? ജ്ഞാനമ്പിയ മാതാജി വന്നു. ജ്ഞാനമ്പിയ മാതാജി അവിടെ എന്താണ് ചെയ്തത്? സവിതാ മാതാജി അടിച്ചു വാരുമായിരുന്നു അല്ലേ. അടിച്ചു വാരി വൃത്തിയാക്കുമായിരുന്നു. എന്തായിരുന്നു മാതാജി കിട്ടിയ ജോലി? വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കുമായിരുന്നു. മറന്നുപോയല്ലേ. വന്നിരുന്നു എന്തായാലും.
ഓക്കെ, നല്ല കാര്യം. അപ്പം അവിടെ അന്ന് വന്നിരുന്നു. അന്ന് മല്ലിക മാതാജി ഉണ്ടായിരുന്നെന്ന് അറിയില്ല. അപ്പം നമ്മൾ 5 വയസ്സുള്ള ഗോപികമാരെ തൊട്ട് എത്രയാണ് 90, 100, 105 വയസ്സ് വരെയുള്ള ഗോപികമാരെ എന്ത് ചെയ്തു നമ്മള് കണ്ടു അല്ലെ. അവരെല്ലാവരും ഭഗവാന്റെ കാമുകിമാരായി മാറി അല്ലെ. നമ്മളുടെ പ്രായവും നമ്മളുടെ അവസ്ഥയും നമ്മളുടെ ശരീരവും നമ്മളുടെ ഡ്രസ്സും എല്ലാം മറന്ന് നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു രംഗമാണ് നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആവിഷ്കരിച്ചത് അല്ലെ. നമ്മൾ ഓരോരുത്തരും അവിടെ ചെല്ലുന്നത് അല്ലെ. അപ്പം അപ്പൊ ആ സമയത്ത് ഭഗവാൻ നമ്മളിലേക്ക് എത്തി നോക്കുമ്പോൾ ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ അവിടെയാണ് രാസമാകുന്നത്, രാസലീലയാകുന്നത്. അപ്പൊ അത് എങ്ങനെ നമുക്കറിയാം ഭഗവാൻ നമ്മളെ നോക്കിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ടുള്ള വിദ്യ എന്താണ്? നമ്മളിൽ ആ അനുഭൂതി ഉണ്ടാകുമ്പോഴാണ്. ശരിക്കും നമ്മള് ആ രാസലീല നമ്മൾക്ക് ഭഗവാൻ നമ്മളിലേക്ക് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ശരീരം മുഴുവനും രോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കും, നമ്മളുടെ കണ്ണ് നിറയും, നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ സമയത്ത് ആണ് നമുക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത് ഭഗവാൻ നമ്മളിലേക്ക് എത്തി. അതിന്റെ അനുഭൂതി നമുക്കുണ്ടാകും. നമ്മൾ എന്താണ് നമ്മൾ തന്നെ അല്ലാതായി മാറും. ചിലപ്പോൾ അടുത്തിരിക്കുന്നവരും നമ്മുടെ ചുറ്റോടി വെച്ച് നമ്മുടെ വീട്ടിലുള്ളവരും വിചാരിക്കും നമുക്ക് എന്തെങ്കിലും വട്ടാണോ എന്ന് വിചാരിക്കും. അവര് വിചാരിച്ചോട്ടെ, നമുക്ക് നെവർ മൈൻഡ്, ഡോണ്ട് കെയർ. പക്ഷെ ആ സമയത്താണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തുന്നത്. നമുക്ക് ആ അനുഭൂതി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാൻ വന്നോ ഇല്ല. മാതാജിക്ക് മനസ്സിലായോ? ഞാൻ അഭയ മാതാജി. ആ, ഓക്കെ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പൊ സർവ പരമശ്രേഷ്ഠമായ നന്മ പ്രചരിപ്പിക്കാനായി ശ്രീമദ് ഭാഗവതത്തിന്റെ അതീന്ദ്രിയ സന്ദേശങ്ങളെ ലോകം മുഴുവൻ വിസ്തരിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കർത്തവ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് കർത്തവ്യമായിട്ട് എടുക്കണം. ഈ ഭഗവാന്റെ സന്ദേശങ്ങളെയും ഭഗവാന്റെ മഹാത്മ്യങ്ങളെയും എല്ലാം എല്ലായിടത്തും പ്രചരിപ്പിക്കണം. ലോകം മുഴുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രചരിപ്പിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലത്തെ സിറ്റുവേഷൻ ഒക്കെ എത്രയോ ബുദ്ധിമുട്ടാണെന്ന് അറിയാം അല്ലെ. നമ്മൾ പക്ഷെ പറയുക, അവര് കേൾക്കോ ഇല്ലയോ എന്നുള്ളത് അവരുടെ മനോധർമ്മം. അവർക്ക് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ജന്മത്തിൽ തിരിച്ചു പോകാൻ പറ്റും. അല്ലാത്ത കാര്യം നമ്മൾ വിട്ടുകളയാം. നമ്മളുടെ കൈകളിൽ നമ്മൾ ശ്രീലപ്രഭാതരൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളുടെ ധർമ്മം നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ എന്താണ് ഭഗവാൻ വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. അപ്പൊ മുഴുവനും പരിശുദ്ധമായിരിക്കും. വളരെയധികം കലഹങ്ങൾ ഉണ്ടാക്കി അപ്രകാരം നിരവധി വിപത്തുകൾ ഉണ്ടാക്കി. ഭൂലോകത്തിലെ പ്രമുഖ വ്യക്തികൾ ശ്രീമദ് ഭാഗവതത്തിന്റെ അതീന്ദ്രിയ സന്ദേശം സ്വീകരിക്കപ്പെടുന്ന പക്ഷം നിശ്ചയമായും തദനുസരണമായ ഹൃദയ പരിണാമം സംഭവിക്കുകയും അനന്തരം സ്വാഭാവികമായി തന്നെ സാധാരണ ജനങ്ങൾ അവയെ അനുവർത്തിക്കുകയും ചെയ്യുന്നു. സാമാന്യ ജനങ്ങൾ അധിക പക്ഷവും ആധുനിക ജന നേതാക്കളുടെ കയ്യിലെ ഉപകരണങ്ങളാണ്. ആകയാൽ നേതാക്കളുടെ ഹൃദയത്തിൽ മാത്രം പരിവർത്തനം സംഭവിച്ചാൽ നിശ്ചയമായും വിശ്വ അന്തരീക്ഷത്തിൽ സമൂല മാറ്റം സംഭവിക്കും. സാമാന്യ ജനങ്ങളുടെ ഈശ്വരാവബോധത്തെ പരിശുദ്ധീകരിക്കപ്പെടുകയും അപ്രകാരം നിരവധി പ്രയാസങ്ങളാൽ പരിസേവിതമായ വിശ്വ അന്തരീക്ഷത്തെ പുനരാത്മീയമാക്കുകയും ചെയ്യുന്ന അതീന്ദ്രിയ സന്ദേശങ്ങളെ വഹിക്കുന്ന ഈ മഹത് സാഹിത്യത്തെ അവതരിപ്പിക്കാനുള്ള നമ്മുടെ സത്യസന്ധവും യഥാർത്ഥവുമായ ഉദ്യമമാണിത്. വിദേശ ഭാഷയിൽ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നതിൽ നിശ്ചയമായും അപര്യാപ്തങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, ഉചിതമായി അവതരിപ്പിക്കുന്നതിനുള്ള നമ്മുടെ ആത്മാർത്ഥമായ ഉദ്യമത്തിൽ നിരവധി സാഹിത്യ സംബന്ധ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ അദ്ദേഹം തർജ്ജമ ചെയ്തു. അപ്പൊ ഇംഗ്ലീഷിലോട്ട് ഇത് തർജ്ജമ ചെയ്യുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്നത് അവതരിപ്പിക്കാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് ശ്രീലപ്രഭാതർ പറഞ്ഞിരിക്കുക അല്ലെ. ഒരുപാട് പരിമിതികളുണ്ടല്ലേ. അപ്പൊ ഒരു നേതാവായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ഉദ്യമം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ ആസ്വാദകര് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്നനുസരിച്ചിട്ട് അവരുടെ രുചിക്കനുസരിച്ചിട്ടാ പറയേണ്ടത്. ശ്രീലപ്രഭാതർ അവിടെ ചെന്ന് നിങ്ങൾ നാളെ തൊട്ട് നോൺ വെജ് നിർത്താൻ പറഞ്ഞോ? ഇംഗ്ലീഷുകാരോട് പറഞ്ഞാൽ അവർ അടി കൊടുക്കുകയല്ലേ. നിങ്ങൾ കള്ളുകൂടി നിർത്തണം, നിങ്ങൾ മയക്കുമരുന്ന് നിർത്തണം, നിങ്ങൾ തുണി ഉടുക്കാനൊന്നും ഒരുത്തരോടും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഓരോ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആചരണങ്ങളിലൂടെ അവര് തന്നെത്താനെ മനസ്സിലാക്കി അവര് പരമസത്യം കണ്ടെത്തി അവര് മാറുകയായിരുന്നു അല്ലെ. അവരോട് തുണിയില്ലാതെ നടക്കുന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ തുണി ഉടുക്കാൻ. അപ്പൊ ആ ഒരു സംഭവം ശ്രീലപ്രഭാത് ഒരു വലിയൊരു സ്റ്റേജിൽ ഈ തുണിയില്ലാത്ത ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ് നിങ്ങളുടെ ഭൗതിക വസ്ത്രം ഉപേക്ഷിക്കാനായിട്ട് നോക്കൂ. അവരെന്താണ് ഭൗതിക വസ്ത്രമല്ല, ആത്മീയ വസ്ത്രം അല്ലെ. ഈ ശരീരം എന്ന വസ്ത്രം
ആണ് ഉപേക്ഷിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു. ഭയങ്കര കൈയടിയായിരുന്നു. പക്ഷെ അവരെല്ലാരും തിരിച്ചു വന്ന് ചോദിച്ചു എന്താണ് ഈ പറഞ്ഞതെന്ന്. അവരെല്ലാം ഈ പുറമേ കാണുന്ന ഈ വസ്ത്രമല്ലേ ഉപേക്ഷിച്ചിട്ട് വന്നത്, ഈ ഹിപ്പികള്. ഹിപ്പികളായിട്ടുള്ള ആൾക്കാർ ഈ പുറമേ ഉള്ള വസ്ത്രമില്ലാതെ തുണിയില്ലാതെ എന്ത് ചെയ്യും, മുടിയെല്ലാം ഇത്രയും നീട്ടി മുട്ടിന് താഴെ ഇറക്കി മുടി ഇട്ടിട്ടാണ് ഇവര് വരുന്നത്. ഈ ശ്രീലപ്രഭാതരുടെ പരിപാടി കൂടാണ്ട് ഒരു സ്റ്റേഡിയത്തിൽ വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്നപ്പോ ശ്രീലപ്രഭാതര് ഇതിന് പ്രതികരിക്കുന്നില്ല. ഇത് കണ്ടിട്ട് ഒന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവര് ആരോ ചോദിച്ചു, ഇവർ ഈ തുണിയില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ നമ്മുടെ പരിപാടിക്ക് കൂടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നതാണ് എന്താണ് ശരിക്കും എന്താണ് ഭൗതിക വസ്ത്രം എങ്ങനെ നമ്മൾ ആത്മീയ വസ്ത്രം എങ്ങനെ ഉപേക്ഷിക്കും എന്നുള്ളതിനുള്ള ക്ലാസ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവര് വന്ന് എന്റെ ക്ലാസ്സിൽ ചേരൂ എന്ന് പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഭഗവത്ഗീത എന്താണ് പറയുന്നത്, നമ്മളുടെ ഈ എന്താണ് ഈ പുറംചട്ട, ഈ ഈ നമ്മളുടെ ഈ എന്താണ് ഈ പുറമേ കാണുന്ന ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആ ആത്മാവിലേക്ക്, ആത്മാവ് എന്ന് പറഞ്ഞൊരു സംഭവം, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്, ഈ ആത്മാവ് ഭഗവാന്റെ അംശമാണ്, അതിലേക്ക് എങ്ങനെ ചേർക്കും എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അതിലേക്ക് വന്ന് ചേരൂ. എന്റെ അടുക്കൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ വസ്ത്രം എങ്ങനെയാ ഉപേക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ഈ വസ്ത്രം എങ്ങനെയാണ്, ഈ ശരീരം എന്ന വസ്ത്രം എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എത്ര നല്ല ഒരു ആചാര്യനല്ലേ പറയാൻ പറ്റുള്ളൂ. ആ തുണിയില്ലാതിരിക്കുന്ന നടക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചെയ്ത് ഭയങ്കര അപരാധമായി പോയി, നിങ്ങൾ എല്ലാവരും ഡ്രസ്സ് ഇല്ലാതെ ഇവിടെ എന്തുകൊണ്ട് വന്നു, ഇത്രയും പേരെ നിങ്ങൾ തുണിയില്ലാതെ ഇവിടെ വന്നിരുന്നു എന്നൊന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം ചോദിച്ചത് ഞാൻ ഈ ശരീരമാകുന്ന വസ്ത്രം എങ്ങനെ ഉരിഞ്ഞു കളയാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് അതിൽ താല്പര്യമുള്ളവർക്കെല്ലാം വരാം, എങ്ങനെ ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് ഒരു ആചാര്യന്റെ കഴിവ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ശാസ്ത്രമാകിയാൽ ഭാഷയിലല്ല. അപ്പൊ ഭാഷ എന്നുള്ള ആ ഒരു പരിമിതിയിലൊക്കെ ഉപരിയായിട്ടാണ് എന്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം ശ്രീലപ്രഭാതര് ബംഗാളി സ്ലാങ് ഉള്ള ആളാണ് അല്ലെ. ബംഗാളികളുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഉണ്ട്, വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ ഈ ആധുനിക യുഗത്തിലും. അവർ ഇംഗ്ലീഷ് പറയുന്നതെല്ലാം അവരുടെ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഇംഗ്ലീഷുകാരൊക്കെ ഈ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കിയത് അതൊരു വലിയ ഭാഗ്യമല്ല. ഇപ്പൊ തന്നെ കേട്ടാൽ എനിക്ക് തന്നെ പലതും മനസ്സിലാക്കുന്നില്ല. ശ്രീലപ്രഭാതരുടെ ലെക്ചർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട് കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് പലതും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യും, നമ്മളത് മുഴുവൻ കേൾക്കാണ്ടിരിക്കത്തില്ല. കാര്യം ആ ഇംഗ്ലീഷ് ആണെങ്കിലും അതൊരു പ്രത്യേക സ്ലാങ്ങിൽ അത്രയും പ്രായമായി, ഇത്രയും വലിയ കരകര ശബ്ദമൊക്കെ ഇത് അവർക്കൊക്കെ മനസ്സിലായി. അവരിതെല്ലാം ഫോളോ ചെയ്ത് നമ്മളെക്കാൾ എത്രയോ വലിയ ഡിവോട്ടീസ് ആയി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൃഷ്ണാവബോധം ഇമ്പോർട്ട് ചെയ്തു, ഇറക്കുമതി ചെയ്തു. ഭഗവത്ഗീത ഭാഗവതമൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചു. അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുവോ? എവിടെ സ്വീകരിക്കും? അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ അതിന് വിലയുണ്ടായി, സാഹിബിന്റെ ആയതുകൊണ്ട് അല്ലേ. സർവ്വസാമാന്യ ജനങ്ങൾ അസംഖ്യം ഭൗതിക പ്രവർത്തനങ്ങളാൽ ഭുവനം സമ്പൂർണമാകിയാൽ അല്പമാത്ര പ്രകോപനത്താൽ ഒരു വ്യക്തി അഥവാ ഒരു രാഷ്ട്രം മറ്റൊരു വ്യക്തി അഥവാ രാഷ്ട്രത്തെ ക്രമിക്കുക എന്നതിൽ യാതൊരു അതിശയവുമില്ല. കലിയുഗത്തിന്റെ നിയമമാണിത്. നേരത്തെ എല്ലാവിധ അഴിമതികളാലും ദുഷിച്ചിരുന്നു. ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഭൗതിക ആശയങ്ങളാൽ സമ്പൂർണമായ നിരവധി അനാവശ്യ സാഹിത്യങ്ങൾ ഇവിടെയുണ്ട്. അശ്ലീലവും ആഭാസകരവുമായ സാഹിത്യങ്ങളെ കണ്ടെത്താനും നിയന്ത്രിക്കാനും നിരോധിക്കാനും സംസ്ഥാനങ്ങളിൽ നിയുക്തരായ സംഘങ്ങൾ നിരവധി രാജ്യങ്ങളുണ്ട്. സർക്കാരിനോ ഉത്തരവാദിത്തമുള്ള പൊതുജനങ്ങൾക്കോ വിവിധ അശ്ലീല സാഹിത്യങ്ങൾ ആവശ്യമില്ല. എന്നിരുന്നാലും ജനങ്ങൾ അവ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു പ്രകൃത്യാനുസരണമായ വാസനയാണ്. അവരുടെ മനസ്സ് ദുഷിച്ചതാകാൽ അവർ അത്തരം അശ്ലീല സാഹിത്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തരം പരിസ്ഥിതിയിൽ ശ്രീമദ് ഭാഗവതം പോലുള്ള അതീന്ദ്രിയ സാഹിത്യങ്ങൾ സാമാന്യ ജനങ്ങളെ ദുഷിച്ച മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ന്യൂനീകരിക്കുന്നതെന്ന് മാത്രമല്ല ചില ശ്രദ്ധാവിഷയം സംബന്ധിക്കുന്ന സാഹിത്യ പാരായണത്തിന് ശേഷം അവരുടെ അതിയായ ആഗ്രഹത്തിന് ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. ആരംഭത്തിൽ അവർക്ക് ഇത് ഇഷ്ടപ്പെടുകയില്ല. എന്തെന്നാൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾക്ക് കൽക്കണ്ടത്തോട് വൈമനസ്സുണ്ടാകുന്നു. എന്നാൽ മഞ്ഞപ്പിത്തത്തിന് ഉത്തമ പ്രതിവിധി കൽക്കണ്ടമാണെന്ന് നാം അറിയണം. അതേപോലെ മഞ്ഞപ്പിത്ത സദൃശ്യമായ ഇന്ദ്രിയ പൂരണാവസ്ഥയ്ക്ക് കൽക്കണ്ടം പോലെ പ്രവർത്തിക്കുന്ന ഭഗവത്ഗീത ഭാഗവത പാരായണത്തിന്
പാരായണത്തെ പ്രചാരത്തിലാക്കാൻ ക്രമനിബദ്ധമായ പ്രചാരണ സംഘങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കണം. എപ്പോൾ ജനങ്ങൾക്ക് ഈ സാഹിത്യത്തോട് അഭിരുചി ഉണ്ടാകുന്നു, അപ്പോൾ സമൂഹത്തിൽ വിഷം വിളമ്പുന്ന മറ്റു സാഹിത്യങ്ങൾ താനേ ഇല്ലാതാകും. ആകയാൽ ശ്രീ നാരദനാൽ നിർദ്ദേശിക്കപ്പെട്ട ശ്രീമദ് ഭാഗവതത്തെ ഞങ്ങളുടെ അവതരണ രീതിയിലെ ന്യൂനതകൾ കണക്കാക്കാതെ മാനവ സമൂഹത്തിലെ ഏവരും സ്വാഗതം ചെയ്യണം. ശ്രീല പ്രഭുപാദര് അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ ഒരു വിശദീകരണത്തിൽ കൂടി. അല്ല, മഞ്ഞപ്പിത്തം ബാധിച്ചവര് എന്താണ് മഞ്ഞയായിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത്, അല്ലെ? അപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്ക് കൽക്കണ്ടമാണ് അതിന്റെ ഔഷധമെങ്കിൽ ആ കൽക്കണ്ടം അദ്ദേഹത്തിന് എന്താണ് അമേധ്യമായിട്ട് തോന്നും, കഴിക്കാൻ തോന്നത്തില്ല, അല്ലെ? പക്ഷെ ഈ കൽക്കണ്ടം കഴിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഈ മഞ്ഞപ്പിത്തം മാറൂ എന്നുള്ളെങ്കിൽ ആ കൽക്കണ്ടം എന്താണ്? ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവുമാണ്, അല്ലെ? നമ്മളുടെ ഈ ഭൗതികമായി മഞ്ഞപ്പിത്തം ബാധിച്ച നമ്മളുടെ ഈ ഈ മഞ്ഞപ്പിത്തം എന്ന അസുഖം ബാധിച്ച നമ്മളുടെ ഈ മഞ്ഞപ്പിത്തം മാറണമെങ്കിൽ ഭഗവത്ഗീതയും ഭാഗവതവുമാണ് അതിന്റെ ഔഷധം, അല്ലെ? മനസ്സിലായില്ലേ? ആ കൽക്കണ്ടത്തിന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അത് കഴിച്ചേ മതിയാവുള്ളൂ. കഴിച്ച് നമ്മളിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞ് നമ്മള് എന്താണ് ആ മാറ്റത്തിന്റെ ആ ഒരു ശക്തി നമ്മൾ മറ്റുള്ളവരിലേക്കും ഇങ്ങനെ പരത്തുക. അപ്പം ഈ നാരദമുനി ഈ ഭാഗവതം നിർദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ടാണോ? സർവമാനവർക്ക് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് ഈ ഭാഷയിലെ ഈ പ്രശ്നങ്ങളും ഇങ്ങനെ ഇത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയതിന്റെ പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് ആരൊക്കെയാണ് ട്രാൻസ്ലേറ്റ്? നമ്മളുടെ കേരളത്തിലുള്ള പല മാതാജിമാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ഓരോ കാണ്ഡവും ഓരോ ചാപ്റ്റർ വൈസ്. അങ്ങനെയാണ് ഇതിന്റെ മലയാള വിവർത്തനം ഉണ്ടായത്. എത്രയോ മാതാജിമാര് വിദേശത്തും നാട്ടിലുമുള്ള മാതാജിമാരും പ്രഭുക്കന്മാരും എല്ലാവരും കൂടിയിരുന്നാണ് ഈ ഇംഗ്ലീഷിൽ ശ്രീല പ്രഭുപാദര് വിവർത്തനം ചെയ്ത ആ ഭഗവത്ഗീത നമ്മൾ വേദാഭ്യാസിൽ കാണുന്ന അതിന്റെ മലയാള തർജ്ജമ ചെയ്തു. മലയാള തർജ്ജമ ചെയ്തപ്പോൾ ഇവിടെ മൂന്ന് പേജായി വിവർത്തനം, അല്ലെ? ആ വിവർത്തനം ചെയ്യുന്ന ആൾക്കാര് അത് ശരിക്കും ഇംഗ്ലീഷിന്റെ ആസിറ്റീസ് ആണ് ഇങ്ങോട്ടേക്ക് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കൊരു സംശയം കൂടി ഉണ്ട്. കാര്യം ഇത്രയൊന്നും ഇല്ല ഇംഗ്ലീഷിൽ. അപ്പൊ അവരെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലായ രീതിയിൽ എന്ന് തന്നെ കരുതാം. കാര്യം ഇംഗ്ലീഷ് വേദാഭ്യാസത്തിൽ ഞാൻ ഇന്ന് വായിച്ചു നോക്കി, ഇത്രയൊന്നും ഇല്ല, ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും ഇവിടെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി അത്ര കഷ്ടപ്പെട്ട് ഇത് വിവർത്തനം ചെയ്ത എല്ലാവർക്കും നമുക്ക് നല്ലത് വരട്ടെ. അവർക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടായിട്ട് ശ്രീമദ് ഭാഗവതം ഗ്രന്ഥത്തിന്റെ തന്നെ അനുഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്ലോകം 12. നൈഷ്കർമ്മ്യമച്യ ആപ്യേത്സുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കൃത പുനഃശാശ്വത ഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവ വർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കൃത പുനഃ ശാശ്വതഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭാഗവതം ശ്ലോകം 12. നൈകർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുജഃ പുനഃ ശശ്വത ഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. സുരേഷ് പ്രഭു, ഞാൻ ഈ ക്ലാസ് എഴുതിയിട്ടില്ല, അടുത്ത വായിക്കാം. കുഴപ്പമില്ല. സവിത മാതാജി. ഹരേ കൃഷ്ണ. നൈഷ്കർമ്മ്യമപ്യമച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിർജ്ജനം കുതഃ പുനഃ ശാശ്വത ഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മം യദ്യപ്യകാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. നൈഷ്കർമ്മ്യം ആത്മസാക്ഷാത്കാരം കർമ്മഫല പ്രവർത്തനങ്ങളിൽ നിന്നും സ്വതന്ത്രമായി തീരുക. ആയിരുന്നാല് അച്യുത അസ്ഖലിത ഭഗവാൻ ഭാവ സിദ്ധാന്തം വർജിതം ശൂന്യമാക്കപ്പെട്ട ന അല്ല ശോഭതേ പ്രാമോദമായി ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനം അലം ക്രമേണ
നിരഞ്ജനം നിർദ്ദേശങ്ങളിൽ നിന്ന് സ്വതന്ത്രമായ കുത എവിടെയാകുന്നു പുനഃ വീണ്ടും ശാശ്വൽ സദാ അഭദ്രം ജന്മസിദ്ധമല്ലാത്ത ഈശ്വര ഭഗവാൻ ന അല്ല പ്രജാവും അർപ്പിതം സമർപ്പിച്ചു കർമ്മങ്ങൾ യൽ അഭി എന്താകുന്നു അകാരണം നല്ലതല്ലാത്ത ഇത് നമ്മള് ശിലപ്രഭാതന്റെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ ആ വേദാബേസിൽ നിന്ന് ഇവിടെ നമ്മുടെ കൂടുതലും പ്രഭുക്കന്മാര് ഇംഗ്ലീഷിലുള്ള ഭഗവത്ഗീതയാണ് നോക്കുന്നത്. കാര്യം ശിലപ്രഭാത രീതി അതേപോലെ നമുക്ക് കിട്ടും. തർജ്ജമ ചെയ്ത ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് വായിക്കാനായിട്ട് സുഖമില്ല എന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നതും വായിക്കാവുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ അതാ വായിക്കുന്നത്. കൂടുതലും വേദാബേസ് എടുത്തിട്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭഗവത്ഗീതയുടെ ബുക്ക് ഇംഗ്ലീഷിലുള്ളത് അവർ വാങ്ങിക്കും. അപ്പൊ അതിൻ്റെ അകത്താണ് കറക്റ്റ് സിമ്പിൾ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായിട്ട് ശിലപ്രഭാതർ അത് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവര് ഇംഗ്ലീഷൂടെ ഒന്ന് എടുത്തു നോക്കുക. അപ്പൊ മനസ്സിലാകും അജഗജാന്തര വ്യത്യാസം അതിൻ്റെ അകത്ത് ഉണ്ടാകും. കാരണം ഭഗവത്ഗീതയിലെ തർജ്ജമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ നല്ല മലയാള വിവർത്തനം എഴുതിയിരിക്കുന്നത്. വളരെ നല്ല രീതി ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ ഓരോ ഭാവാർത്ഥം വായിക്കുമ്പോഴത്തേനും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല പൊട്ടൻസി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തു ആ ഒരു ഭഗവത്ഗീത ആ തർജ്ജമ? ഇത് ബാലാമണിയമ്മയാണെന്നാണ് കേട്ടിരിക്കുന്നത്. ആ ഒരു പൊട്ടൻസി വന്നിട്ടില്ല എന്നാണ്. ഹലോ, വിലാസ് 73. ഓക്കെ ഓക്കെ. കേസു പുറത്തെത്തുന്നു ആളുണ്ടോ? ഹരേകൃഷ്ണ. അപ്പം നമ്മൾ ഇതിന്റെ വിവരത്തിന് നോക്കുന്നു. അപ്രമാദഗതിയായ ഭഗവത് തത്വങ്ങൾ ശൂന്യമാക്കപ്പെട്ട ആത്മസാക്ഷാത്കാര ജ്ഞാനം സർവഭൗതിക അഭിനിവേശങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടവയാണെങ്കിലും സമോദമായി നിർണയിക്കപ്പെടുന്നില്ല. പ്രകൃത്യാ തന്നെ ആരംഭം മുതൽ വേദനാജനകവും കഠോരവും സ്വഭാവത്താൽ ക്ഷണികവുമായ കർമ്മങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവയാൽ എന്ത് പ്രയോജനമാണുള്ളത്? ഹരേ കൃഷ്ണ. ഇനി ഞാൻ അംബിക മാതാജി ഒന്ന് വായിച്ചു നോക്കി ഭാവാർത്ഥം. ഭാവാർത്ഥം ജയശ്രീല കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്, വായിച്ചോ. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ് കീ ജയ്. മുകളിൽ പരാമർശിച്ചതുപോലെ ഭഗവാന്റെ സാഹിത്യങ്ങൾ മാത്രമല്ല ഭക്തിയുത സേവനശൂന്യമായ വേദസാഹിത്യങ്ങളും നിർവ്യക്തിയ ബ്രഹ്മവിഷയ ദർശനങ്ങളും പരിത്യജിക്കണം. മുകളിൽ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അമൂർത്തക ബ്രഹ്മദർശനത്തെ പരിത്യജിക്കുമ്പോൾ പിന്നെ ഭക്തിയുത സേവന ലക്ഷ്യത്തെ സഫലീകരിക്കുവാൻ ഉദ്ദേശിക്കാത്ത സാധാരണ കർമ്മങ്ങളെ കുറിച്ച് എന്ത് പറയാൻ? സൈദ്ധാന്തിക ജ്ഞാനമോ കർമ്മങ്ങളോ പരിപൂർണത എന്ന ലക്ഷ്യത്തിൽ ഒരാളെ നയിക്കുന്നില്ല. സാമാന്യജനങ്ങൾ വ്യാപൃതരാകുന്ന ഫലോദിഷ്ട കർമ്മങ്ങൾ ആരംഭത്തിലാണ്. ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവ ഫലഭൂയിഷ്ടമായി തീരുന്നത്. അത്തരം സുഖോപഭോഗ കർമ്മങ്ങളുടെ ഫലങ്ങൾ ഭഗവത് സമർപ്പിക്കണം. അവ ഭൗതികതയിലേക്ക് നയിക്കുന്നു. സുഖോപഭോഗ കർമ്മങ്ങളുടെ യഥാർത്ഥ ഭോക്താവ് ഇന്ദ്രിയ സംതൃപ്തിക്കായി അവയെ ഏർപ്പെടുത്തുമ്പോൾ അവ ദുരിതങ്ങളുടെ നിശ്ചിത സ്രോതസ്സായി തീരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് അപ്രമാദഗതിയായ ഭഗവത് തത്വങ്ങൾ ശൂന്യമാക്കപ്പെട്ട ആത്മസാക്ഷാത്കാരം ജ്ഞാനം സർവ ഭൗതിക അഭിനിവേശങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടവയാണെങ്കിൽ സാമോദമായി നിർണയിക്കപ്പെടുന്നില്ല. അതായത് നമ്മള് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ എത്ര തരത്തിലുള്ള സാക്ഷാത്കാരമുണ്ട്. ബ്രഹ്മൻ സാക്ഷാത്കാരമുണ്ട്,
പിന്നെന്താണ്? മൂന്ന് പരമാത്മാ സാക്ഷാത്കാരമുണ്ട്, ഭഗവാൻ ബ്രഹ്മം സാക്ഷാത്കാരമുണ്ട് അല്ലേ? പരമാത്മ ഭഗവാൻ. അപ്പം ഈ ഈ ശൂന്യമാക്കപ്പെട്ട ആത്മസാക്ഷാത്കാര ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ അല്ലെ? നമ്മൾ സായുജ്യമുക്തി അടയുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിന്റെ ഒരു ആഹ് ഈ പറയുന്ന ഭൗതിക അഭിനിവേശങ്ങളിൽ നിന്നും നമുക്ക് മോചിപ്പിക്കപ്പെടാനായിട്ട് സാധ്യമല്ല ആ ഒരു അവസ്ഥയിൽ. പ്രകൃത്യാ തന്നെ ആരംഭം മുതൽ വേദനാജനകവും കഠോരവും സ്വഭാവത്താൽ ക്ഷണികവുമായ കർമ്മങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നെ അവയാൽ എന്ത് പ്രയോജനമാണുള്ളത്? അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് കരുതുന്നത്? ഭഗവാന് രൂപമില്ല എന്നാണ് അല്ലെ? ഞാനിപ്പോ ആളുടെ ഒരു മേഡത്തിന്റെ, നമ്മുടെ ഇവിടുത്തെ രാധിക മാതാജിയുടെ അതേ രൂപത്തിലുള്ള ഒരു ധ്യാനത്തിന്റെ ഒരു ഒരു ടീച്ചറാണ് ധ്യാനം പഠിപ്പിക്കുന്നത്. അവര് ഭയങ്കര നോളേജ് ആണ്. അവരുടെയൊക്കെ അടുക്കൽ നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര നോളേജ് ആണ് അവര്. ഇങ്ങനെ കാണാതെയാണ് ഇങ്ങനെ പറയുന്നത്. നമുക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റും അല്ലെ? ഒരു 10-15 മിനിറ്റ് ഒക്കെ കാണാതെയാണ് ഇത് പറയുന്നത്. ഈ ജ്ഞാനത്തിന്റെ അവസ്ഥ അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? മൂലാധാരം, സ്വാധിഷ്ഠാനം. അവരൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ചക്ര ലെവലിലുള്ള ആളാണെന്ന് പറയും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം ഈ ചക്രത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവര് അതുകൊണ്ട് ഈ ലെവലിൽ നിന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കുണ്ടലിനി ശക്തിയെ ഉയർത്തി ഇവിടെ കയറണം. എന്നിട്ട് ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങൾ നാമജപം ജപിക്കരുത്. നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ശക്തി പോകും, നമ്മളുടെ അത് പോകും എന്ന് പറഞ്ഞ് നാമം ജപിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളുടെ പ്രഭുക്കന്മാരോടൊക്കെ ഇതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരും തയ്യാറായില്ല. അവരവരുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ട് ജീവിച്ചു പോകട്ടെ, നമ്മൾ അവരുടെ പുറകെ പോയി നമ്മുടെ സമയം മെനക്കെടുത്തിട്ടുണ്ട്, നമ്മുടെ സാധനം പോകുമെന്ന് പറഞ്ഞു. പ്രഭു എന്തിനാ ഇതൊക്കെ കാണാൻ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു. മറുപടി കാര്യം അങ്ങനെ നാമജപത്തിനെതിരെയും വിഗ്രഹാരാധനയ്ക്കെതിരെയൊക്കെ പ്രഭു ഏത് ശക്തിയിലാണ് ഏഹ് പ്രഭു ഏത് ശക്തിയിലാന്ന് പറഞ്ഞു പ്രഭു? കുണ്ടലിനി അല്ല, ഏത് ശക്തിയിലാന്ന് പറഞ്ഞു പ്രഭു? അല്ല, മൂലാധാരമോ ഞാൻ സ്വാധിഷ്ഠാനമോ? ഇതിൽ വന്നത് കേട്ടതാണ് മാതാജി. എന്നോട് പറഞ്ഞതല്ല. അവര് ക്ലാസ് എടുക്കുന്ന അവർ ഇന്റർവ്യൂ എല്ലാം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഓ ഇങ്ങനെ അത് കാണാം. ശരി. ആ ഒരു മാഡം ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അവര് പറയുന്നതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരവും ആത്മാവും ഒക്കെ അവർ പറയുന്നുണ്ട്. ആത്മാവിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ട് കാര്യങ്ങൾ. ശരീരം, ആത്മാവ് ഇതെല്ലാം മാംസം കഴിക്കരുത്, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ നാമജപം നടത്തരുത്, അതുപോലെ തന്നെ വിഗ്രഹാരാധന ചെയ്യരുത്. ഇതൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഒത്തുചേരാൻ പോവാത്ത കാര്യങ്ങൾ. പിന്നെ നമ്മളെല്ലാം ഒന്നാണ്. ഭഗവാൻ ഇങ്ങനെ രൂപം ഉണ്ടെന്നുള്ള കാര്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാകാരമായ ഒരു രൂപത്തിലേക്കാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയും ഇതൊക്കെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം എന്ന് നാരദമുനി ചോദിക്കുന്നു. നമ്മൾ ചെയ്ത ഈ കർമ്മങ്ങളും ഈ രൂപമില്ലാത്ത ഒരു കാര്യം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ കലിയുഗത്തിൽ ധ്യാനത്തിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും ഒരേ രീതിയിൽ പറഞ്ഞിട്ടും ഈ സ്ത്രീ ഇപ്പൊ ധ്യാനത്തിന്റെ എന്നാ പറഞ്ഞ വൈസ് ചാൻസലർ ആയിട്ട് അതേ രീതിയിൽ എല്ലാ ദിവസവും ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മളതാ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഭഗവത്ഗീതയും പഠിക്കുമ്പോൾ അറിയാം ധ്യാനം ആയിട്ട് നടക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ 60,000 വർഷം സത്യയുഗത്തിൽ ധ്യാനത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ അവസ്ഥ എന്തായി? മേനക വന്ന് 2 ചാട്ടം ചാടിയപ്പോഴത്തേന് അതെല്ലാം ഇളകിപ്പോയി അല്ലേ? 1,00,000 വർഷം 1,00,000 വർഷം ആയുസ്സുള്ള കൈ റൈസ് ചെയ്യുന്നുണ്ട് ആരോ. ഞാൻ തന്നെയാ മതി. എന്റെ കൈ പൊക്കുമ്പോ ആണ്. അപ്പൊ കാരൻ കൈ പൊക്കി കാണിക്കുക. AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ കാരൻ ഇതിന്റെ താഴെയുണ്ട്. ഞെക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങള് എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനത് സഹായിക്കാനായിട്ട് വിടാഞ്ഞിട്ടാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കൈ പൊക്കിയപ്പോ തന്നെ റൈസ് ഹാൻഡിന് പൊക്കിയിരിക്കുക. അത് കണ്ടിട്ട് ഡിറ്റക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ഈ കൈ പൊക്കുമ്പോഴേ ആ കൈ അവിടെ വരും. ഓക്കെ, അപ്പം അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതം വെറുതെ നമ്മൾ ജീവിച്ച് ഇങ്ങനെ തള്ളുന്നത്? ഭഗവാന് വേണ്ടിയിട്ട് നമ്മള് ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ്, എന്ത് പ്രയോജനം ഈ ജീവിതത്തില്? നമ്മൾ ഈ കാണുന്ന എൻജോയ്മെന്റ്, എനിക്ക് കുറെ ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ നടക്കുകയാണ് അല്ലെ?
ഇത് കാണുന്ന നമ്മളെ വീഡിയോയിലെല്ലാം മുഴുവൻ കാണുന്ന ആൾക്കാർക്കെല്ലാം പ്രഭു എൻജോയ്മെന്റ് എന്ത് ആണ്. അല്ല നമ്മൾ എന്തൊക്കെ അതിനിടയ്ക്ക് കയറി പറയും, എന്ത് ചെയ്താലും നമുക്കും ദുഃഖമാണ്. അതേസമയത്ത് ഭഗവാന്റെ കാര്യങ്ങൾ നാമം ജപിക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഉള്ളു സന്തോഷം, സമാധാനം. അതെ, ബാക്കി ആൾക്കാരെല്ലാരും എന്ത് ചെയ്താലും സമാധാനം ഇല്ല. അന്വേഷിച്ചും അതുപോലെ തന്നെ സന്തോഷവും സുഖവും അന്വേഷിച്ചിട്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുക. എവിടെ പോയാൽ ഇത് കിട്ടും, എവിടുന്നേലും മാർക്കറ്റിൽ നിന്ന് അത് ഇനി കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാൻ പോലും തയ്യാറാണ് പൈസ കൊടുത്ത്. കാര്യം അത്രയ്ക്ക് സമാധാനക്കേടാണ് അല്ലേ. നമ്മൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ മറ്റു പല എന്താണ് അസുഖങ്ങളും വിഷമങ്ങളും അതിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഒരു നിമിഷം, അതാണ് ഈ പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒന്ന് ചൊറിഞ്ഞു കഴിയുമ്പോൾ ആ ചൊറിച്ചിൽ പോയി. അത്രയും സമയമുള്ളൂ ആ സുഖം നിൽക്കുന്നുള്ളൂ. അത്രയ്ക്ക് എന്താണ് നൈമിഷികമാണ് ആ പറയുന്ന ഭൗതിക ലോകത്തിലെ എല്ലാ സുഖങ്ങളും. നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും സുഖമുണ്ടോ, ഏതെങ്കിലും സന്തോഷമുണ്ടോ? ഒരുപാട് നേരത്തേക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം 2 മണിക്കൂർ ചിരിക്കാനുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ തീർന്നു. അപ്പം ഈ സ്ഥിരമായിട്ട് ഉള്ള ഒന്നിനെ മെഡിറ്റേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. സ്ഥിരമല്ലാത്ത ഒന്നിനെയും നമ്മൾ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റും ഉണ്ടാകത്തില്ല. അതിന്റെ അവസാനം എന്താണ്? ദുഃഖം മാത്രമായിരിക്കും ഫലം. സ്ഥായിയായിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള, നിത്യനായിട്ടുള്ള, നാശം സംഭവിക്കാത്ത ഏതൊരു സംഭവത്തിനെയാണോ എന്താണ് നമ്മൾ പിടിക്കുന്നത്, അവിടെ മുറുക്കെ പിടിച്ചോളുക. സ്ഥായിയായിട്ടുള്ള, സ്ഥിരം, ഒരിക്കലും നശിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും വീഴ്ച പറ്റാത്ത. അതായത് നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ പ്രപഞ്ചം കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. നമ്മളെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ചിലർ പറയുന്നുണ്ട്. നമ്മളെന്ന് പറയുന്ന ഞാൻ ഈ ശരീരമായിട്ടല്ലേ കാണുന്നത്. ഈ ശരീരം എത്ര നാളുണ്ട്? ഈ ശരീരം ഇന്നിരിക്കുന്ന പോലെയാണ് നാളെ ഇരിക്കുന്നത്. നമുക്കൊന്ന് ഒരു ലൂസ് മോഷൻ വന്നാൽ മതി, നമ്മൾ ഈ ശരീരത്തിന്റെ രൂപമെല്ലാം മാറി ഒരു 3-4 പ്രാവശ്യം അടുപ്പിച്ച് വന്നാൽ തന്നെ നമ്മുടെ ഈ രൂപമെല്ലാം മാറും അല്ലെ. നമ്മൾ സുന്ദരമായിട്ട് നമ്മൾ പുട്ടിയൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ശരീരത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോകും. അപ്പൊ സ്ഥായിയായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തതും. നമുക്ക് വീഴ്ചയെ സംഭവിക്കുള്ളൂ. ഭൗതിക ലോകത്തിൽ ജനിച്ച മനുഷ്യർക്കൊക്കെ വീഴ്ചയെ സംഭവിക്കുകയുള്ളൂ. വീഴ്ച സംഭവിക്കാത്ത ഒരു അച്യുതന് മാത്രമേ വീഴ്ച സംഭവിക്കാറുള്ളൂ. നമ്മളെല്ലാം അപൂർണമാണല്ലേ. നമ്മളെല്ലാം മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നുണ്ട്. നമ്മള് വികലാംഗരെന്ന് പറയുന്നു അല്ലെ. നമ്മളെല്ലാ അംഗങ്ങളും പൂർണ്ണമായിട്ടുള്ളവരാണോ? മാതാജിക്ക് എല്ലാ അംഗങ്ങളും ഉണ്ടോ? ഇങ്ങനെ നോക്കിയിട്ട് പറയാം, എനിക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട്. അല്ലാത്ത എത്രയോ അംഗങ്ങൾക്ക് നമുക്ക് ശോഷണം സംഭവിച്ചവരുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് വിചാരിച്ചു നോക്കിയേ. മാതാജിക്ക് നല്ല ഈണത്തിൽ പാടാൻ പറ്റുമോ? എനിക്ക് പാടാൻ പറ്റുമോ? മൈന അല്ല, മെയിനായിട്ടുള്ള ഹൃദയം പോലും ഇല്ല. അതായത് ഹൃദയം പോലും നമ്മളുടെ ഇല്ല. നല്ലൊരു മനസ്സില്ല, നല്ലൊരു ഹൃദയത്തിനുടമയല്ല. ഇപ്പൊ അതെല്ലാം വൈകല്യങ്ങളല്ലേ. ഇപ്പൊ പൂർണ്ണമായിട്ടുള്ള എന്താ? നമ്മളെല്ലാം അപൂർണമാണ് ഈ ഭൗതികമായ സൃഷ്ടിയിലുള്ള എല്ലാം അല്ലേ. നമുക്ക് മറ്റുള്ളവരുടെ ഒരു വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് സഹാനുഭൂതി ഉണ്ടാകുന്നില്ല അല്ലെ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കാനായിട്ട് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും പൂർണ്ണമല്ല. ഇതൊരു വൈകല്യമാണ്. അപ്പൊ നമ്മളും എന്താണ്? ഹാൻഡിക്യാപ്ഡ് ആണ്, അംഗവൈകല്യം ബാധിച്ചവരാണ്. പൂർണ്ണമായിട്ടുള്ളതിനെ ഉപാസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ഓം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം കുറച്ചാലും പൂർണ്ണം അവശേഷിക്കുന്നു. ഒരിക്കലും അതിനൊരു കുറവ് സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ്? നമ്മൾ അസത്യമായിട്ടുള്ളതിനെ ഉപാസിക്കാതിരിക്കുക. നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം അസത്യമാണല്ലേ. പ്രകൃതി ശക്തികളെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസത്യമാണ്, അതില്ല. സത്യമായിട്ടുള്ള എന്താണ്? സത്യം പരം ധീമഹി. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്ലോകം പറയുന്നത്. പരമസത്യത്തെ ഉപാസിക്കുക, പരമസത്യത്തെ അല്ലെ. ബാക്കിയുള്ള എല്ലാം അസത്യമാണ്, ഈ കണ്ണിൽ കാണുന്ന മുഴുവനും. അതുകൊണ്ട് പരമസത്യത്തെ ഉപാസിക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമാണ് ഒരു ഉപാധി എന്ന് നാരദമുനി പറയുകയാണ് അല്ലെ. അപ്പം അടുത്തത് അധോ മഹാഭാഗ ഭവാൻ മോഹദൃക് ശുചിസ്രവാ സത്യരഥോ ധൃതവ്രത ഉരുക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിനാനനു സ്മര തദ്വിചേഷ്ടിതം. അധോ മഹാഭാഗ ഭവാൻ മോഹദൃക് ശുചിസ്രവാ സത്യരഥോ ധൃതവ്രത
ഒരു ക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിനാനു സ്മര തദ്വിചേഷ്ടിതം. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 13. അഥോ മഹാഭാഗവാനമോഘദൃ ശുചിശ്രവാ സത്യരിതോ ധൃതവ്രത ഒരു ക്രമസ്യാഖില ബന്ധമുക്തയേ സമാധിനാനുസ്മരതദ്വിചേഷ്ടിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ ശിലപ്രഭാത്. അതോ ആകയാൽ മഹാഭാഗ്യവാനായ ഭവാൻ അങ്ങ് സ്വയം അമോഘദൃക് ശ്രേഷ്ഠ ദാർശനികൻ ശുചി കുറ്റമറ്റ ശ്രവ വിഖ്യാതമായ സത്യരഥ സത്യസന്ധതയുടെ ശാപഥമെടുക്കിയാൽ ധൃതവ്രത ആത്മീയ ഗുണങ്ങളിൽ ദൃഢമായ ഉരുക്രമസ്യ അതിമാനുഷിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ഒരുവൻ അഖില സർവ ലൗകികമായ ബന്ധമുക്തയെ നിന്നുള്ള മോചനത്തിനായി സമാധിയിൽ അനുസ്മര ആവർത്തിച്ച് സ്മരിച്ച ശേഷം അവയെ വിവരിക്കുക. തൽ വിചേഷ്ടിതം. ഭഗവാന്റെ നിരവധി ലീലകൾ. വിവർത്തനം ഭാവാർത്ഥം. ദിവ്യങ്കരി സേസി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. അല്ലയോ വ്യാസദേവ, അങ്ങയുടെ വീക്ഷണം തികച്ചും ശരിയാണ്. അങ്ങയുടെ സൽകീർത്തി കളങ്കരഹിതവും പരിപൂർണവുമാണ്. അങ്ങ് നിശ്ചയദാർഢ്യമുള്ളവന് സത്യസന്ധതയിൽ നിവിഷ്ടനുമാണ്. അനന്തരം അപ്രകാരം സാർവലൗകികമായ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും സാമാന്യ ജനങ്ങളെ സ്വതന്ത്രനാക്കി സമാധിയിൽ ഇരുന്ന് ഭഗവാന്റെ ലീലകളെ ധ്യാനിക്കാൻ അങ്ങേക്ക് കഴിയുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഭാവാർത്ഥം കുറച്ച് നീളമുള്ളതാണ്. അപ്പൊ എന്താണ്, മല്ലിക മാതാജി ഒരു പാരഗ്രാഫ് വായിച്ചു നിർത്തുക. നമുക്ക് ജ്ഞാനാംബിക മാതാജി കൊണ്ട് ബാക്കി വായിപ്പിക്കാം. ഭാവാർത്ഥം ശീലപ്രഭാഷി ജയ്. സാമാന്യ ജനങ്ങൾക്ക് സാഹിത്യത്തോടുള്ള അഭിരുചി നൈസർഗികമാണ്. പ്രാമാണികന്മാരിൽ നിന്നും അജ്ഞാതമായതിനെ കുറിച്ച് ചിലതൊക്കെ ശ്രവിക്കാനും പഠിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭൗതിക ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന വിഷയങ്ങളാൽ സമ്പൂർണമായ നിർഭാഗ്യകരമായ സാഹിത്യങ്ങളാൽ അവരുടെ അഭിരുചികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ഏറെക്കുറെ മായയുടെ സ്വാധീനത്തിലുള്ളതും ഇന്ദ്രിയ ഇച്ഛാനിവൃത്തിയിൽ അവസാനിക്കുന്നതുമായ അത്തരം സാഹിത്യങ്ങളിൽ പലവിധങ്ങളായ സാംസാരിക കവിതകളും ദാർശനിക വീക്ഷണങ്ങളും ഉൾപ്പെടുന്നു. ഇത്തരം സാഹിത്യങ്ങൾ വാസ്തവത്തിൽ നിരർത്ഥകമെങ്കിലും അല്പജ്ഞാനികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വൈവിധ്യപൂർവം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ആകർഷിതരാകുന്ന ജീവാത്മാക്കൾ കോടിക്കണക്കിന് പുരുഷാന്തരങ്ങൾ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ മേൽപൂരമേൽ ഭൗതിക ബന്ധനങ്ങളിൽ അപ്പെടുന്നു. ശ്രീ നാരദ മഹർഷി വൈഷ്ണവരിൽ അതിശ്രേഷ്ഠനാകയാൽ അസംബന്ധ സാഹിത്യങ്ങളുടെ ഇരകളായ അത്തരം നിർഭാഗ്യവന്മാരോട് അനുകമ്പയുള്ളവനാകുന്നു. ആകയാൽ അദ്ദേഹം ശ്രീ വ്യാസദേവനെ അതീന്ദ്രിയ സാഹിത്യം രചിക്കുവാൻ നിർദ്ദേശിക്കുന്നു. അത് മനോജ്ഞഗംഭീരവും ആകർഷകവും മാത്രമല്ല, സർവവിധ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും ജീവാത്മാക്കൾക്ക് മോചനം നേടിക്കൊടുക്കുവാനും കഴിവുള്ളൊരു സാഹിത്യമായിരിക്കണം. വസ്തുതകളെ യഥാസ്ഥിതികമായി തിരിച്ചറിയുവാൻ അവർ യഥാർത്ഥമായി പരിശീലിച്ചവരാകയാൽ ശ്രീ വ്യാസദേവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ യോഗ്യരാണ്. ശ്രീ വ്യാസദേവനും അദ്ദേഹത്തിന്റെ പ്രതിനിധികളും ആത്മീയ പ്രബുദ്ധതയുള്ളവരാകയാൽ, മനഃശുദ്ധിയുള്ളവരും ഭക്തിയുത സേവന നിരതരാകയാൽ പ്രതിജ്ഞയിൽ നിശ്ചയദാർഢ്യമുള്ളവരുമാകുന്നു. മാത്രവുമല്ല, ഭൗതിക പ്രവർത്തനങ്ങളിൽ അടിയുറച്ച പതിതാത്മാക്കളെ പരിത്രാണനം ചെയ്യാൻ തീരുമാനിച്ചുറച്ചവരാണവർ. അനുദിനം പുതിയ വാർത്തകൾ സ്വീകരിക്കാൻ പതിതാത്മാക്കൾ അത്യന്തം ഉത്സുകരാണ്. അത്തരം ഉത്സുകരായ സാമാന്യ ജനങ്ങൾക്കായി വ്യാസദേവനെ അഥവാ നാരദനെ പോലുള്ള അതീന്ദ്രിയവാദികൾ ആത്മീയ ലോകത്തിലെ അപരിമിതമായ വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ്. സമസ്ത സൃഷ്ടിയുടെയും ഒരു കൊച്ചു ഭാഗം മാത്രമാണ് ഭൗതിക ലോകമെന്നും ഈ ഭൂഗോളം സമഗ്ര ഭൗതിക ലോകത്തിന്റെയും ഒരു ചെറിയ അംശം മാത്രമാണെന്നും ഭഗവത്ഗീതയിൽ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ.
സാഹിത്യപരമായ രചന നടത്തുന്ന ആയിരം വ്യക്തികൾ ലോകം മുഴുവനും ഉണ്ടെന്ന് മാത്രമല്ല, അവർ അനേകം സഹസ്രം സാഹിത്യ സംബന്ധ രചനകൾ സാമാന്യ ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയിരം വർഷങ്ങളായി രചിക്കുന്നു. നിർഭാഗ്യവശാൽ അവയൊന്നും തന്നെ ഭൂമിയിൽ സമാധാനവും പ്രശാന്തതയും വരുത്തിയില്ല. ആത്മീയ ശൂന്യത ഈ സാഹിത്യ രചനകളിൽ ഉള്ളതായിരുന്നു അതിന്റെ മുഖ്യ കാരണം. ആകയാൽ മാനവശക്തിയുടെ പ്രമുഖ ഭാഗത്തെയും നശിപ്പിക്കുന്ന ഭൗതിക സംസ്കാരത്തിന്റെ കഠോര വേദനയിൽ നിന്ന് ക്ലേശിക്കുന്ന മാനവരാശിക്ക് മുക്തി എന്ന അഭികാമ്യ ഫലം പ്രാപ്തമാക്കാനായി വേദസാഹിത്യങ്ങളെ, വിശേഷിച്ചും ഭഗവത്ഗീതയെയും ഭാഗവതത്തെയും സവിശേഷമായി ശുപാർശ ചെയ്യുന്ന വ്യാസദേവനാൽ രേഖപ്പെടുത്തപ്പെട്ടു. ഭഗവാനാൽ സ്വയം അരുളി ചെയ്യപ്പെട്ട സന്ദേശമാണ് ഭഗവത്ഗീത. അതേ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കർമ്മങ്ങളുടെ അതീന്ദ്രിയ ആഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിന് മാത്രമേ ജീവാത്മാക്കളുടെ അതിയായ ആഗ്രഹങ്ങൾക്ക് സംതൃപ്തി വരുത്തി ക്ലേശങ്ങളിൽ നിന്നും മുക്തിയും ശാശ്വത സമാധാനവും പ്രദാനം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. ആകയാൽ സമ്പൂർണ്ണ ജഗത്തിലെയും സർവ്വ ജീവാത്മാക്കളുടെയും എല്ലാവിധ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണ വിമോചനത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഭഗവത് ലീലകളുടെ അത്തരം അതീന്ദ്രിയ ആഖ്യാനങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയ പ്രയുക്ത സേവനത്തിൽ പൂർണ്ണമായും ആമഗ്നരായ വ്യാസദേവ പ്രതിനിധികളും വ്യാസദേവനെ പോലുള്ള മുക്താത്മാക്കൾക്കും മാത്രമേ വിശദമായി വർണ്ണിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അത്തരം ഭക്തന്മാർക്ക് മാത്രമേ ഭഗവത് ലീലകളും അവയുടെ അതീന്ദ്രിയ സ്വഭാവവും ഭക്തിയുത സേവന മാർഗത്തിലൂടെ താനെ സ്പഷ്ടമാവുകയുള്ളൂ. അനേകം വർഷം ആ ശ്രദ്ധാശയത്തെ നിരീക്ഷിച്ചാലും ഭക്തന്മാർക്ക് അല്ലാതെ മറ്റാർക്കും ഭഗവത് കർമ്മങ്ങൾ മനസ്സിലാക്കാനോ വിവരിക്കുവാനോ കഴിയുകയില്ല. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ആ മഹത്ഗ്രന്ഥത്തിൽ പ്രവചിച്ചതൊക്കെ ഇപ്പോൾ അതുപോലെ സംഭവിക്കുന്നു. അത്രത്തോളം കൃത്യവും യാഥാർത്ഥ്യവുമാണ് ശ്രീമദ് ഭാഗവതം. ആകയാൽ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയെ രചയിതാവിന്റെ ദൃഷ്ടി സമ്പൂർണമായി ഗ്രഹിക്കുന്നു. അത്തരം മുക്താത്മാക്കൾ വീക്ഷണം, വിവേകം എന്നിവയുടെ ശക്തിയിൽ മാത്രമല്ല, ശ്രവണ സ്വീകരണം, വികാരം തുടങ്ങി മറ്റെല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലും പ്രവീണരാണ്. ഒരു മുക്താത്മാവ് പരിപൂർണമായ ഇന്ദ്രിയങ്ങൾ വശത്താക്കിയവനാണ്. മാത്രവുമല്ല, പരിപൂർണമായ ഇന്ദ്രിയങ്ങളാൽ മാത്രമേ ഇന്ദ്രിയങ്ങളുടെ ഉടമസ്ഥനായ പരമദിവ്യോത്തമ പുരുഷനായ ഋഷിനെ സേവിക്കാനാവൂ. ആകയാൽ ശ്രീമദ് ഭാഗവതം വേദരചയിതാവ് പരിപൂർണ വ്യക്തിത വിശേഷമായ ശ്രീല വ്യാസദേവൻ രചിച്ച സർവസമ്പൂർണനായ, സർവശ്രേഷ്ഠനായ, പരിപൂർണാഭിജ്ഞനായ പരമദിവ്യോത്തമ പുരുഷന്റെ പരിപൂർണമായ വർണ്ണനയാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ആണ് ഈ ശ്രീലപ്രഭുപാദർ വർണ്ണിക്കുന്നത് മുഴുവനും. ഈ ഒരു ഇനി വരുന്ന ഇത്രയും വലിയ ഈ പറയുന്ന ഇതൊക്കെ എഴുതിയത്, ഈ ഭാവാർത്ഥമൊക്കെ അദ്ദേഹം എഴുതിയത് മുഴുവൻ ശ്രീമദ് ഭാഗവതത്തെ എത്ര ഗ്ലോറിഫൈ ചെയ്താലും മതിയാവില്ല. കാരണം എന്താണ്, നമ്മളെ ഈ സർവ മാനവരാശികളുടെ, സർവ്വ ജീവികളുടെ, അവരുടെ ക്ഷേമവും ഐശ്വര്യവും മുൻനിർത്തിക്കൊണ്ടാണ് ഇത് എഴുതിയത് അല്ലെ. വെറുതെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് സർവ്വ ജനങ്ങളുടെ മോക്ഷമാണ് അല്ലെ. ശ്രീമദ് ഭാഗവതം നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ് അല്ലെ. കാര്യം അത് ശ്രവിച്ചാൽ മാത്രം മതി. നമുക്ക് എന്താണ് മുക്തി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അല്ലെ. അത് ശ്രവിക്കുക, മനനം ചെയ്യുക. അതുപോലെ അത് ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയെ നമ്മൾ സദാ ആശ്രയിക്കുകയാണെങ്കിൽ സർവധർമാൻ പരിത്യജിച്ച, നമ്മൾ എല്ലാ ധർമ്മങ്ങളും അതാണ് ഇതാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു അല്ലെ. ശ്രീമദ് ഭാഗവതം ആണ് അതിന് പ്രധാനമായിട്ട് കാര്യം. ആ വ്യക്തി ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇത്രയും നേരം വ്യാസദേവന് സംഭവിച്ചത് അതാണ് അല്ലെ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഗുരു ഉപദേശിച്ചു കൊടുത്ത് അദ്ദേഹം ശ്രീമദ് ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് പരമാനന്ദം ഉണ്ടായത് അല്ലെ. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ എത്രയായാലും വർണ്ണിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. അപ്പൊ ഇവിടെ പറയുവാണ്, അല്ലയോ വേദവ്യാസ മഹർഷി, അങ്ങ് യുടെ വീക്ഷണമൊക്കെ എല്ലാം ശരിയാണ്, അങ്ങ് പരിപൂർണവുമാണ്. അങ്ങയുടെ ആ ഒരു സത്യസന്ധത കള്ളമൊന്നും പറഞ്ഞില്ല, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിലെല്ലാം ഞാൻ സംപ്രീതനാണ്.
അപ്പം ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് സാമാന്യ ജനങ്ങളെ സ്വതന്ത്രമാക്കാൻ വേണ്ടി സമാധിയിലിരുന്ന് ഭഗവാന്റെ ലീലകളെ ധ്യാനിക്കാൻ അങ്ങേക്ക് കഴിയുന്നു. അപ്പൊ അങ്ങേക്ക് ഈ ഒരു കഴിവ് ഉണ്ടല്ലോ, സമാധിയിലിരുന്ന് ഭഗവാന്റെ ലീലകളെ ദർശിക്കാനായിട്ടുള്ളത്. അത്രയും ആ കഴിവ് മാത്രം പോകുന്നില്ല, എല്ലാം ആയില്ലേ. നമുക്കൊക്കെ എത്ര പേർക്ക് നമ്മൾ അന്നൊരു 5 മിനിറ്റ് നേരം നമുക്ക് എന്നിട്ട് എത്ര പേർക്ക് നമുക്ക് പറ്റി ഭഗവാന്റെ ലീലയിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല അല്ലേ? അത്ര പൂർണ്ണമായിട്ട് വരാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ അല്ലെ, അല്ലെ ഞാൻ അഭിയാ മാതാജി 50-50 ആയിട്ട് നമ്മൾ നിന്നു അല്ലെ? ഒരു പൂർണ്ണമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റിയോ? ഇതെന്തോ ഈ പ്രഭു എന്തോ പറയുന്നു, ഞാനത് എങ്ങനെയാണ്, അയ്യോ ഞാൻ എങ്ങനെയാണ് ഗോപികയാകുന്നത്, ഞാൻ ഇത്രയും പ്രായമായില്ലേ, അങ്ങനെയൊക്കെ ആ സർവ്വധർമ്മങ്ങളും നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഭഗവാനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഭഗവാന്റെ എന്താണ് ഗോപികയായി മാറുക. ആണാണോ പെണ്ണാണോ, മീശയുണ്ടോ അതുണ്ടോ മുടി നരച്ചോ, ഇതൊന്നും അല്ല. നമ്മളെല്ലാം ഭഗവാന്റെ ഗോപികളാണ്. ഈ പുറമേ കാണുന്നത് ഇതിന്റെ പ്രായമോ ഈ കാണുന്ന വൈറ്റോ ഈ പെയിന്റോ ഒന്നും അല്ല. നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം എത്രയോ നാളായിട്ട്, എത്രയോ പ്രായം ചെന്ന്, എത്രയോ യോനികൾ 84 ലക്ഷം ജീവരാശിയിൽ കൂടെ കടന്നിട്ടാണ് ഇതിന്റെ ഉള്ളിൽ വന്ന് കയറിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് ആദ്യം പുരാണ പുരുഷൻ, ഏറ്റവും ആദ്യത്തെ പുരാണ പുരുഷന്റെ അംശമാണ്. അപ്പൊ എത്രയോ പ്രായം ചെന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ? എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, ഞാൻ പ്രായം ചെന്ന അമ്മൂമ്മയാണ്. ഇതൊന്നും ഈ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഒരിക്കലും പ്രായം ചെല്ലില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഗോലോകത്തില് നമ്മൾക്ക് ഈ മനുഷ്യന്റെ രൂപം ചിലപ്പം തത്തയായിട്ടും ശുഖബ്രഹ്മർഷിക്ക് പോലും തത്തയായിട്ടാ കൊടുത്തിരിക്കുന്നത്. തത്തയാ അവിടുത്തെ സിദ്ധദേഹം. നമുക്ക് അതെ, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അല്ലാതെ അവിടെ മനുഷ്യരൂപം പോലുള്ളതല്ലായിരിക്കും കിട്ടണമെന്ന് യാതൊരു കിട്ടുന്നത്. നിർബന്ധവും അത് ഇല്ല. നമുക്കറിയത്തില്ല. അപ്പൊ കിട്ടണമെന്ന് അവിടെ യാതൊരു സിദ്ധദേഹം ഉണ്ട്, നിർബന്ധവും ഇല്ല. തിരിച്ചാ സിദ്ധദേഹത്തിലോട്ടാ ചെല്ലുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, സിദ്ധദേഹത്തിൽ തന്നെ ചെല്ലത്തുള്ളതാണ് ഞാൻ കേട്ടു പറയുന്നത്. നമ്മള് ഭഗവാന്റെ പൂർണ്ണ സേവകരാണെങ്കിൽ, പാർഷദന്മാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സുഖബ്രഹ്മർഷിയൊക്കെ ചെയ്ത പോലെ അവരിങ്ങോട്ടേക്ക് വരും അല്ലെ? തിരിച്ചു പോകും അങ്ങോട്ടേക്ക് തന്നെ. പലരും പാർഷദന്മാരുണ്ട് ഭഗവാന്റെ. പാർഷദന്മാർക്ക് പല ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു എങ്കിലും അവർക്ക് ചിലപ്പോൾ ശാപം കിട്ടുന്നതായിട്ട് തോന്നും. ജയവിജയന്മാര് ഹിരണ്യാക്ഷന് ഹിരണ്യേശുവായിട്ട് വന്നില്ലേ, 3 ജന്മങ്ങൾ എടുത്തു പോയില്ലേ? പാർഷദന്മാര് സദാ അവിടെ ഉണ്ട് താനും. ഭഗവാന്റെ ലീലകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഭഗവാൻ അവതാരം എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഭഗവാനെ സഹായിക്കാനായിട്ട് കൂടെ പോരുകയും ചെയ്യും. പാർഷദന്മാരല്ലാത്തവരൊക്കെ തന്നെ നമുക്ക് വേറെ നമ്മുടെ തരത്തിലുണ്ടോ? നമ്മൾ വേറെ പല തരത്തിലാക്കപ്പെടാം. മനുഷ്യരാകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടുത്തെ മനുഷ്യർ സുരഭി പശുക്കളാകാം, അതുപോലെ തന്നെ മറ്റു ഈ തത്തയാകാം, അതുപോലെ മയിലാകാം, അങ്ങനെ മറ്റു പല തരത്തിലും ചിലപ്പോൾ ആകാം. തേങ്ങ ആ അവിടുത്തെ കൽപ്പവൃക്ഷമാകാം, കൽപ്പവൃക്ഷം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താണ് ഈ ശ്രീമദ് ഭാഗവതത്തെ അതേപോലെ തന്നെ നിങ്ങൾ, അതാണ് എന്റെ ഈ ഒരു ക്ലോസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ശ്രീമദ് ഭാഗവതം അങ്ങനെ സാധാരണ ഒരു ഗ്രന്ഥമല്ല. അതിനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അത് കാര്യം ഭഗവാന്റെ ഫുൾ പൊട്ടൻസിയാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ ഗ്രന്ഥരൂപത്തിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ശ്രീമദ് ഭാഗവത്തിന് അത് അത്രയും റെസ്പെക്ട് കൊടുത്തിട്ട് അതിനെ മുഴുവൻ പാനം ചെയ്യുക, കുടിക്കുകയാണ് ചെയ്യേണ്ടത്, വായിക്കുകയല്ല. കുടിക്കുകയാണ് ശ്രീമദ് ഭാഗവതം ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കണം. ശ്രീമദ് ഭാഗവതം വായിച്ചു വിടേണ്ട ഒരു സംഭവമല്ല, അത് കുടിച്ചിറക്കി അനുഭവിച്ചാണ് നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെ രസത്തിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയുള്ള അധ്യായങ്ങളെല്ലാം അങ്ങ് പോകുമ്പോഴത്തേന് അതിന്റെ രസത്തിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. രസമാകണമെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കണം. അതാണ് ലാസ്റ്റ് പറഞ്ഞതല്ലേ, ഋഷികേശനായിട്ടുള്ള ഭഗവാനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അടങ്ങുകയുള്ളൂ. അനർത്ഥ നിർവൃതി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം വരണം. നമ്മൾ അപരാധങ്ങളിൽ നിന്ന് മുക്തനാകണം. ഹരേ കൃഷ്ണ. ക്ലാസ് അവസാനിച്ചു. ഒരു 15 മിനിറ്റ് കൂടുതൽ എടുത്തു, ക്ഷമിക്കണം. കാര്യം ഇന്നത്തെ ഭാവാർത്ഥം വലിയ ഭാവാർത്ഥമായിരുന്നു. തുടക്കത്തിലൊക്കെ മെസ്സേജ് അല്ല, അത് നീണ്ടുപോയി. അപ്പൊ ഞാൻ നിങ്ങളിലൊക്കെ പറയുന്നത് വിട്ടുവിട്ടാ കേട്ടോണ്ടിരുന്നത്. സിഗ്നലിന് എന്തോ പ്രശ്നം കാരണം അപ്പൊ അങ്ങനെയൊക്കെ താമസിച്ചു പോയി, ക്ഷമിക്കണം. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയാം, ഇല്ല എങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.